بسم الله الرحمن الرحيم. നാളെ പാരത്രിക ലോകത്ത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു കർമ്മമായി, ഒരു മജ്‌ലിസായി അല്ലാഹു തആല ഇത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. റമളാൻ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റമളാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമാണ് റജബിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്താൻ ആരംഭമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിച്ചു തരികയും റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്നാണല്ലോ ഈ പ്രാർത്ഥനയുടെ അർത്ഥം. റജബ് മാസത്തിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മജ്‌ലിസിൽ ഒത്തുകൂടാൻ സാധിച്ചു. പക്ഷേ ഈ വർഷത്തെ റമളാനിൽ അല്ലാഹു തആല ആയുസ്സോട് കൂടെ നമ്മുടെ ഇവിടെ ശേഷിപ്പിക്കുമെന്ന് പറയാൻ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. പടച്ചവൻ കഴിഞ്ഞ റമളാൻ നമ്മുടെ ആയുസ്സിലെ അവസാനത്തെ റമളാൻ ആക്കാതിരിക്കട്ടെ. ആമീൻ. റജബിലും ശഅബാനിലും ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനും റമളാൻ അതിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകും നല്ല നിലയിൽ റമളാനിനെ യാത്ര അയക്കാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പറയുന്നില്ല. ഇനിയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനൊക്കെയുള്ള അനവധി സാഹചര്യങ്ങളും സദസ്സുകളും ഇവിടെ തന്നെ ഉള്ളത് ഇപ്പോൾ സ്കൂളുകളൊക്കെ ഈ ഏപ്രിൽ മെയ് മാസം പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കണ്ണുകൾ മാത്രമല്ല അകക്കണ്ണുകൾ കൂടെ തുറന്നു പിടിച്ച് മക്കളെ ശ്രദ്ധിക്കേണ്ട 2 മാസം. ഞാനിത് പറയാൻ കാരണം പുതിയ കുട്ടികൾ, നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ മക്കൾ, അവര് വഴിതെറ്റി പോകുന്ന പ്രധാനപ്പെട്ട 2 മാസമാണ് ഏപ്രിൽ മെയ് മാസം. കാരണം ഇന്ന് നമുക്ക് അറിയാം, നമ്മുടെ നാടും പരിസരവും ഒക്കെ ഓരോ ദിവസം കഴിയുന്തോറും വലിയ മാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് പത്രത്തിൽ വായിച്ച ഒരു വാർത്ത ഞാൻ ഓർക്കുകയാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ ആ വാർത്ത വായിച്ചു കാണും. 27 വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടി, കല്യാണം കഴിച്ച പെണ്ണാണ്, മക്കളുണ്ട്, ഭർത്താവ് ഗൾഫിലാണ്. ഈ മുസ്ലിം യുവതി 27 വയസ്സ് പ്രായം. ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ആലപ്പുഴയിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഫോണിൽ നിന്ന് അറിയാതെ ഒരു മിസ് കോൾ വരും. ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ നേരത്തെ അറിയുന്നില്ല. എങ്ങനെയോ നമ്പർ തെറ്റിപ്പോയി ഇവളെ ഫോണിലേക്ക് എത്തി. അത് പിന്നീട് നിരന്തരമായ ഫോൺ വിളിയിലേക്കുള്ള ബന്ധമായി വളർന്നു.
അങ്ങനെ ഒരു ദിവസം ഭർത്താവുള്ള മക്കളുള്ള ഈ മുസ്ലിം യുവതി ചെയ്യുന്നത് മക്കളെ ഒഴിവാക്കി ഗൾഫിലുള്ള ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഇവളുടെ വീട്ടിൽ നിന്ന് ഈ കാമുകൻ വിളിച്ചപ്പോൾ ഇറങ്ങി. അവിടെയുമല്ല ഈ വാർത്തയുടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ഭാഗം. ഈ പെൺകുട്ടി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. എന്തിനെന്നറിയുന്ന കേരളത്തിൽ കഞ്ചാവ് വിൽക്കുന്നതിലെ ഒരു പ്രധാന കണ്ണിയായി ഈ യുവതി മാറിക്കഴിഞ്ഞു. ഈ യുവതിയുടെ പക്കലിൽ നിന്ന് പോലീസുകാര് കഞ്ചാവ് തൊണ്ടി സഹിതം പിടികൂടി. ഇന്ന് ഏറ്റവും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയാണ്, വളരെ വിദഗ്ധമായ രീതിയിൽ ഈ ലഹരിക്കടത്തിൽ ഈ പെൺകുട്ടി പ്രാവീണ്യം നേടിയെന്നാണ്. ഞാനിത് പറയാനുള്ള കാരണം മക്കളിലുള്ള ഒരു ആത്മവിശ്വാസം ഇന്ന് രക്ഷിതാക്കളിൽ വർദ്ധിക്കുന്നു. വിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ മക്കളെ കുറിച്ചൊരു ശ്രദ്ധ നമുക്ക് എപ്പോഴും. നിങ്ങൾ ആലോചിച്ചു, ഈ വർഷം SSLC കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളുകൾ അടക്കുന്ന ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പല സ്കൂളുകളുടെയും പരിസരങ്ങളിൽ നടന്ന വൃത്തികേട് ഈ അടുത്ത കാലത്താണ് ഈ ഒരു തോന്നിയാസം വർദ്ധിച്ചത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ ക്ലാസ് ഉമ്മമാരും കേൾക്കുന്നുണ്ടാകുമല്ലോ. എന്തുകൊണ്ട് നമ്മുടെ ഒരു കുട്ടി വീട്ടിലേക്ക് ഒരല്പം വൈകി എത്തിയാൽ രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു? അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ കുട്ടി അവിടെ എവിടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. അതും മാത്രമല്ല, എല്ലാ കുട്ടികളിലും മൊബൈൽ ഫോൺ ഉപയോഗം വളരെ വ്യാപകമാണ്. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആൺകുട്ടി കേരളത്തിലെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ വായിക്കുമ്പോൾ കേരളം ലഹരി ഉപയോഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിറകോട്ടല്ല, മുന്നോട്ട്. പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നു 1956 അല്ലെങ്കിൽ 2000-ഓളം ഇങ്ങനെ ബാറുകൾക്കൊക്കെ പൂട്ടു വീണിട്ട് പോലും ഉപയോഗം ഇവിടെ വർദ്ധിച്ചു. എന്താണ് അതിന്റെ കാരണം? ഇപ്പോ ഒരു ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന ഒരു കുട്ടിയോ നിങ്ങൾ സ്വകാര്യമായിട്ട് ചോദിച്ചാൽ ആ കുട്ടിയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തെ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കോളേജുകളിൽ ചെന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ പലപ്പോഴും പല ഹോസ്റ്റലുകളിലാണ് താമസിക്കുന്നത്. ആ ഹോസ്റ്റലുകളിലെ 1-2 വർഷത്തെ ഒരു ജീവിതകാലം ആ കുട്ടിയുടെ ജീവിതം അങ്ങ് മാറ്റി. ലഹരി ഉപയോഗിക്കാത്ത കുട്ടികൾ ഇന്ന് കേരളത്തിൽ കുറവാണെന്നാണ് ഏതെല്ലാം തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു, IT ക്യാമ്പസുകളിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ലഹരി LSD എന്ന് പറയുന്ന ഒരു സാധനം. അത് നാവിന്റെ താഴെ ഒട്ടിച്ചു വെക്കുക ചെയ്യുക. ബാപ്പയോ ലഹരി ഉപയോഗിച്ചാണ് വീട്ടിൽ വന്നിട്ടുള്ളത് അറിയില്ല. കാരണം കുപ്പിയൊന്നുമില്ലല്ലോ. 2000-ഓളം വിപണിയിൽ വില വരുന്ന ഈ സാധനം 20 മണിക്കൂറോളാണ് മനുഷ്യനിൽ ലഹരി നൽകുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം യുവാക്കൾ ഇങ്ങനെ ലഹരിയുടെ ലോകത്തേക്ക് പോകാനുള്ള കാരണം? ആരെയാണ് നമ്മൾ കുറ്റം പറയണം? കുട്ടികളെ കുറ്റം പറയണം, കുട്ടികളുടെ രക്ഷിതാക്കളെ കുറ്റം പറയണം. രക്ഷിതാക്കളെ കുറ്റം പറയണം എന്നുള്ളതാണ് ഞാൻ. കാരണം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ മക്കളും ഇവിടെ ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ഒരു കുട്ടിയെ നന്നാക്കുന്നതും കേടാക്കുന്നതും അവരവരുടെ മാതാപിതാക്കളാണ് വലിയ പങ്ക് വഹിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായം. റസൂൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് ശരിയാണ്.
പക്ഷെ നമുക്കുള്ള പ്രശ്നം എവിടെയാണ്? മക്കളെ വളർത്തുന്ന രീതിയിൽ നമുക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചു. ഒന്ന് ഈ മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് രക്ഷിതാക്കൾക്ക് ഇന്ന് ചില വീഴ്ചകൾ അല്ലെങ്കിൽ പിഴവുകൾ ആ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ അതിന്റെ അപകടം എത്രത്തോളം ഉണ്ടെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ ഈ സദസ്സിൽ വന്ന രക്ഷിതാക്കൾ പൊതുവിൽ ഇവിടെ നടന്നു വരുന്ന ക്ലാസ്സുകളിൽ കർമ്മപരമായ വിഷയങ്ങൾ, നിസ്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും പറയും. ഞാൻ ഈ ഒരു പൊതുവിഷയം പറയുന്നത് ഇന്ന് ഇത് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ വലിയ. ഇപ്പൊ ഇവിടെ ഒരുമിച്ച് കൂടിയവരിലൊക്കെ പെൺകുട്ടികളുടെ ഒപ്പമാരും നിങ്ങളുടെ പെൺകുട്ടികൾ വിവിധ ക്യാമ്പസുകളിൽ പോയി പഠിക്കുന്നു. ആ ക്യാമ്പസുകളിൽ പഠിക്കാൻ പോകുന്ന 8ലും 9ലും 10ലും +1നും +2നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഈ കുട്ടികളുടെ കയ്യിൽ എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ. നമ്മൾ ചെറിയ ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കി ഈ ഫോൺ കുട്ടികൾ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യും. ഈ അടുത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിന്റെ ഉപ്പ ഗൾഫിലാണ്. അത്യാവശ്യമൊക്കെ ദീനീബോധമുള്ള ഉപ്പയാണ്. കുട്ടികൾക്ക് അങ്ങനെ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന സംസ്കാരം നോക്കി ഉപ്പ ഗൾഫിലാണ്. മോള് 9ാം ക്ലാസ്സിൽ മോള് കിടന്നു കിടന്നില്ലേ 2ാമത്തെ നിലയിലാണ്. നേരത്തെ എണീക്കണം, കുറെ പഠിക്കാനുണ്ട്, ഇതൊക്കെയാണ് മോള് പറയുന്നത്. അപ്പോ ഉമ്മ വിശ്വസിക്കും ചെയ്യും. ഈ കുട്ടി അലാറം വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ബാപ്പ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഒരു സമയം കുട്ടിക്ക് പറയും. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ബാപ്പ പിന്നെ വിളിക്കാറില്ല. ആ ടൈം കഴിഞ്ഞാൽ ഈ കുട്ടി ചെയ്യുന്നത് ഉമ്മാന്റെ കയ്യിൽ നിന്ന് വീട്ടിലെ ഫോൺ വാങ്ങിക്കും. എന്തിനാണ്? അലാറം വെക്കാൻ, നേരത്തെ ഉണരാൻ. ഉമ്മനോട് പിതാ പറയും. അങ്ങനെ ഉമ്മ കൊടുക്കും സ്ഥിരമായി. കുട്ടിയുടെ കള്ളത്തരം അവസാനം വീട്ടിലുള്ള ഈ മൊബൈൽ ഫോണിലുള്ള സിം കാർഡ് ഊരി ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ സ്കൂളിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടി കൊടുത്തിരിക്കുന്ന സിം കാർഡ് ഇട്ട് അവനുമായി രാത്രി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാനിത് എന്തിനാ പറഞ്ഞത്? സ്വന്തമായിട്ടൊരു ഫോണില്ലാത്ത കുട്ടി പോലും വഴിതെറ്റിപ്പോകാൻ കുട്ടി തെരഞ്ഞെടുക്കുന്ന സാഹചര്യം നിങ്ങൾ വായിച്ചു. അങ്ങനെ ഈ സ്വന്തമായി മൊബൈൽ ഫോൺ കൊടുത്തുവെങ്കിൽ ആ കുട്ടി സ്വതന്ത്രമായി ഒറ്റക്കൊരു റൂമിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ. ഇതുകൊണ്ടാണ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ ചില നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. ഇപ്പോ ഈ പാതയോരങ്ങളിൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ പരാമർശം. വഴികളിൽ ഏതായിരുന്നാലും ഇരിക്കാൻ പാടില്ല, വഴി ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ഈ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ഒരു പ്രത്യേക കൾച്ചറുള്ള ഒരു ടീം നമ്മളൊക്കെ നാട്ടിലാണ്. ആൺകുട്ടികളുള്ള വാപ്പാരി നമ്മുടെ കുട്ടികള് അങ്ങനെയുള്ള ഒരു ടീമിൽ പെടാറുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് ആ ടീം ഇരിക്കാൻ എവിടെയെന്ന് ചോദിച്ചാല് പലപ്പോഴും ഇരിക്കാറുള്ളത് ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും അവര് ഒരു ബസ്സും കാത്തിരിക്കണവരൊന്നുമല്ല, ഒരു ബസ് പ്രതീക്ഷിച്ചിരിക്കുവല്ല ചെയ്യുന്നത്. അവര് രാവിലെ തന്നെ മൊബൈലൊക്കെ ഫുള്ള് ചാർജ് ചെയ്ത് കുളിച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു പണിക്കും പോകൂല. അവനോടും കടപ്പാടില്ല, മനോടും കടപ്പാടില്ല, കുടുംബത്തോടും കടപ്പാടില്ല, നാട്ടിനോട് തിരിയില്ല. ഇങ്ങനെ ഒരു ടീം ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരു ടീം. ഇനി അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടാത്തവർ എല്ലാവർക്കും കൂടി ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പ് തികയില്ല. അപ്പൊ ഈ ടീം ഇരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന അടുത്ത സ്ഥലം തരികയാണ്. ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പായും. ഇതപ്പൊ നമ്മളെ നാട്ടിൽ നിങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മളെ കുട്ടികളെ ശ്രദ്ധിച്ച പല കാര്യമാണ്. ഈ കുട്ടികൾ ഉണ്ടാവും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ കൂടി ഒക്കെ ഒന്ന് യാത്ര ചെയ്തു, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എങ്ങനെയാണ്? ഈ പാടം പക്കിലൊക്കെ ആണെങ്കിൽ മേലെ പോയിട്ടാണ് ടെന്റ് കെട്ടിയത്. തമാശ പറയുന്നത്, മേലെ പോയിട്ട് കുട്ടികൾ ടെന്റ് കെട്ടിയിട്ട് അവിടെ കിടന്നുറങ്ങുന്ന കുട്ടികൾ പോലും. അമ്മ ചൂടാണ്, ഞാൻ അവിടെ പോയി ഉറങ്ങിയിട്ട് രാവിലെ സുബഹിക്ക് പള്ളിക്കൊക്കെ പോയപ്പോൾ
സത്യത്തിൽ നമ്മൾ ആലോചിക്കും ഒരു കുട്ടിനെ വളർത്തിയെടുക്കുന്നതിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉപ്പമാരോട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ അങ്ങേയറ്റം താലോലിച്ചു വളർത്തുന്ന നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ ഒരു വേള നമ്മുടെ അശ്രദ്ധ. ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് കുട്ടികൾ പല ദുശ്ശീലങ്ങളും സ്വന്തം അത് നമ്മൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള വഴിയോരങ്ങളിൽ നിങ്ങൾ ഇരിക്കരുതെന്നും ഇരിക്കേണ്ടി വന്നാൽ തന്നെ നിങ്ങൾ വഴിയോടുള്ള ബാധ്യത നിർവഹിക്കുകയും ചെയ്യണമെന്ന് അപ്പോഴാ സഹാബത്ത് ചോദിച്ചത്, നബിയേ, എന്താണ് ഈ വഴിയോടൊക്കെയുള്ള ഹഖ്? അപ്പൊ റസൂൽ പറഞ്ഞു, ഒന്ന് കണ്ണ് ചിമ്മാന്ന് പറയുന്നു. കാരണം നബിക്കറിയാം പാതയോരങ്ങളിൽ ഈ യുദ്ധം എന്തിനായിരിക്കും ഇക്കാലത്ത് ആൾക്കാർ ഇരിക്കാന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന കുട്ടികളിലൂടെ മദ്യശീലം കടന്നു വരുന്നു. പിന്നെ അതേപോലെ കുട്ടികൾ ഈ കല്യാണ രാത്രികൾ മദ്യശീലം കടന്നു വരുന്ന മറ്റൊരവസ്ഥ. കാരണം കുട്ടി അമ്മനോട് പറയണം, അമ്മ ഞാൻ ആചാര പേരിട്ട് കല്യാണത്തിന് പോകുകയാണ്, രാത്രി വന്നോളാം അമ്മ, ഞാൻ ചോറ് വെച്ചിട്ട് വരും, രാത്രി വരുമ്പോ വിളിക്കുമ്പോ വായിൽ വന്നാൽ മതിയാണ്. ഈ കുട്ടി പോവുക വീട്ടിൽ. എപ്പോഴാ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? മഗ്‌രിബിനോട് അടുത്ത സമയത്താണ്. എപ്പോഴാ ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് രാത്രി പുറത്തേക്ക് തിരിച്ചെത്തുന്നത്? പുലർച്ചയോടടുത്ത സമയത്താണ്. നമ്മൾ ആരെങ്കിലും ചോദിച്ചു കുട്ടി എവിടെയായിരുന്നു? ഇതൊക്കെ ഞാൻ എങ്ങനെ പറയുന്നു വെച്ചാൽ, എത്രയോ കുട്ടികൾ വഴിതെറ്റിപ്പോയതിന്റെ പിന്നിലെ കഥകൾ പഠിക്കുമ്പോ ഇത് അനുഭവങ്ങളാണ്, അതല്ലാതെ ഊഹം വെച്ച് പറയാൻ. ഇപ്പൊ ഞാൻ തന്നെ ഒരു 16-17 വയസ്സ്, 16 കഴിഞ്ഞുണ്ടാവും, ഒരു പയ്യൻ. ആ കുട്ടി മദ്യപിച്ചു എന്നൊരു വാർത്ത കുട്ടിയെ കുറിച്ച് ചിലരെന്റെ പറഞ്ഞു. ആ കുട്ടി ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ട്, ഇപ്പോ അതിന്റെ കുറച്ച് ശീലം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു വാർത്ത എന്നെ കുറിച്ച് അറിയാൻ സാധിക്കും, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, സത്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചു. അപ്പോ സത്യം ഈ കുട്ടി തുറന്നു പറഞ്ഞു, ഒരു കല്യാണത്തിന്റെ രാത്രിയിലാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയിൽ നിന്നാണ് ചില വിവരങ്ങൾ മനസ്സിലായത്. അഥവാ ഇത് നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു സ്ഥിരം പതിവാണ്. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയുള്ള ഒരു ടീം എവിടെയെങ്കിലൊക്കെ ഒഴിഞ്ഞിരുന്ന് കുട്ടികൾ പതുക്കെ ഇതിന്റെ ലോകത്തേക്ക് കടന്നു വരുന്നു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, എന്ത് നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, അകക്കണ്ണും കൂടെ തുറന്നു പിടിക്കേണ്ട ഒരു സമയമാണ് ഇന്ന് കുട്ടികളുടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ വാക്കുകൾ. അതിലൊന്ന്, ഇവിടെ രക്ഷിതാക്കളാണ് കുട്ടികൾ കുറവാണ്. കുട്ടികളുള്ള രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കണം, ഉള്ള യുവാക്കളും ശ്രദ്ധിക്കണം. ഒന്ന്, ഇന്ന് നമ്മുടെ നാടുകളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കാനുള്ള കാരണം ഒന്ന്, ഇതിനെ കുറിച്ച് നമ്മുടെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്ത് ലഹരിയുടെ പേര് മാറ്റി ഉപയോഗിക്കുന്ന ഒരു കാലം വരും. കള്ള് എന്ന് പറയില്ല, ചാരായം എന്ന് പറയില്ല, പേര് മാറ്റി ഉപയോഗിക്കുന്ന കാലം. ഇന്ന് ലഹരി വിവിധ രൂപത്തിലാണ്. ഇപ്പോ ലാബിൽ ചെന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ അടിക്കണം, 500 രൂപ കൊടുത്താൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ലാബ് പ്രവർത്തിക്കും. ആ ലാബില് മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന പണിയല്ല, ശരീരത്തിലെ പഞ്ചസാരന്റെ അളവത്ര നോക്കുന്ന പണിയല്ലുള്ളത്. അവിടെ ചെന്നാൽ ഒരു ഇഞ്ചക്ഷൻ, ഈ ഇഞ്ചക്ഷൻ 500 രൂപ വാങ്ങിക്കും. ഇതൊക്കെയാണ് ഇപ്പൊ രാവിലെ പോയിട്ട് ലാബിൽ ചെന്ന് ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് കുട്ടികളൊക്കെ പോലെ കോളേജിൽ തന്നെ പോകാൻ അറിയാം. എന്താണ് ഇഞ്ചക്ഷനിൽ ഉള്ളത്? 1 മില്ലി ലിറ്റർ പാമ്പിന്റെ വിഷവും 60 മില്ലി ലിറ്റർ വെള്ളമാണ്. അതിനെ കുറിച്ച് പറയുക, വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന ഒരു സ്വഭാവം പണ്ട് കാലത്തൊക്കെ കേരളത്തിൽ തുടക്കം കുറിച്ചു. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളിൽ നിന്ന് ലഹരിക്ക് വേണ്ടി സ്വീകരിക്കുന്ന രീതികൾ. ഇനി മാത്രമല്ല, ഇപ്പോ ലഹരിക്കായിട്ട് പ്രത്യേക കൂണുകൾ. ഇപ്പൊ 2 ദിവസം മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത, കൂണ് ആ കൂണ് ഒരു പ്രത്യേക രീതിയിൽ ലഹരിക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന രൂപം വരും.
സത്യത്തിൽ അന്ത്യനാളെടുക്കുമ്പോൾ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ പരിപാടിക്ക് പോയൊരു സ്ഥലത്ത് സങ്കടത്തോടെ അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് പറയാ, ഞാൻ ഇന്നലെ ആദർശ സമ്മേളനമാണ് സത്യത്തിൽ. അപ്പോൾ ഉസ്താദിനോട് ലാസ്റ്റ് പറയാ, പിന്നെ ഉസ്താദെ ഈ നാട്ടിലെ മിക്ക ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഒരു വയറ് കേൾക്കാൻ അവിടെ ഉണ്ടാവും, സദസ്സുക്ക് വരും. അതിൽ ഒരു കുട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ തരിച്ചു. ചായക്ക് പുസ്തകം കടി കൊണ്ടുവന്ന ചെക്കനെ ആ കുട്ടി നല്ല പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ സജീവണ്ടായിരുന്നു. ഇപ്പൊ ആ കുട്ടി മുഴുകുടിയനായി മാറി. നിങ്ങൾ ആലോചിച്ചു, മക്കൾ അങ്ങോട്ട് നഷ്ടപ്പെടുമ്പോഴേ പിന്നെ നമ്മൾ നേർച്ചി പൊട്ടിക്കരച്ചിലും ആദ്യം അതിനുള്ള സാഹചര്യങ്ങളുടെ വാതിലുകൾ അടച്ചു. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അവർ വഴി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആരാണ്, അവരുടെ കമ്പനി ആരാണ്, കൂട്ടുകൂടുന്നത് അവരാണ്. ഇത് വളരെ ഇതൊരു പ്രധാന ഒരു പുത്തൻവാദിന്റെ കൂടെ കൂടിയ സ്വാഭാവികമാണ്. ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ആൾക്കാരെങ്ങനെ മുജാഹിദായി, ഗൾഫിൽ പോയിട്ട് ചില മനുഷ്യന്മാര് സൗദി പോയിട്ട് തിരിച്ചു വരുമ്പോ മുജാഹിദാകുന്നുണ്ടല്ലോ. അതെങ്ങനെ മുജാഹിദാകാൻ? ഇവൻ എത്തിപ്പെടുന്ന റൂമില് ഇവൻ മാത്രമേ സുന്നി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വഹാബിയ മൗദൂദിയായിരിക്കും. ഇവനക്കാണെങ്കിൽ സുന്നി എന്നുള്ള ആ ലേബിൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, സുന്നി എന്താന്ന് പഠിച്ചിട്ടൊന്നുണ്ടാവും. മക്ബറി പോണത് തെറ്റാണെന്ന് പറയുമ്പോൾ തെറ്റല്ലാതെ ശരിയാന്ന് പറയാനുള്ള വിവരം കയ്യിലുണ്ടാവും. മന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മന്ത്രിക്കാൻ പറ്റുമെന്ന് പറയാനുള്ള വിവരം കയ്യിലുണ്ടാവില്ല. അങ്ങനെയുള്ള സുന്നി ആദർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവന് എന്തൊക്കെയോ ചിലത് കേൾക്കുന്നത്, അവൻ 2 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ചെയ്യുന്നത്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ ബദരി അസ്മാഉൽ ബദറൊക്കെ ചെല്ലിപ്പോയ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളൊക്കെ കാഫിറാണെന്ന് വിശ്വാസത്തോടെ വന്നു. എന്തേ കാരണം? അവന്റെ ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ ഒരാളുടെ ചങ്ങാതിയുടെ ആശയത്തിൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ചങ്ങാതിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കണം. നമ്മൾ സാധാരണ പറയുന്ന ഒരു പറച്ചിലാണല്ലോ, ആ ചങ്ങായിന്റെ കൂട്ടുകെട്ട് മോശം, അവിടെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കളെ ഇപ്പൊ വാപ്പ ചിലപ്പോ സജീവ മുസ്ലിം ജമാഅത്തിലെ മീറ്റിങ്ങും അതിന്റെ എല്ലാ പരിപാടിയും മുസ്ലിം ജമാഅത്തുകാരനായ ബാപ്പാന്റെ മോനോ SSF ഇല്ലാന്ന് മാത്രമല്ല, മുസ്ലിം ജമാഅത്തിന്റെ മോനാന്ന് പറയാൻ പറ്റാത്ത പോലെ. ഇങ്ങനെയെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഇവൾ ഓരോ വീട്ടിലേക്കും ഇറങ്ങി വന്നാൽ സത്യത്തിലില്ലേ അങ്ങനെയൊക്കെ ചില സംഭവം. നമ്മളുടെ കുട്ടികളല്ലേ ഈ കൾച്ചർ പഠിക്കേണ്ടത്. നമ്മൾ മുസ്ലിം ജമാഅത്തിലും SYS-ലും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രാസ്ഥാനിക കുടുംബത്തിലെ നേതൃനിരയിൽ നിൽക്കുന്നത് ആരാന്റെ കുട്ടികളാക്കാനല്ല. നമ്മൾ സ്വയം നന്നാവാനും നമ്മുടെ വഴിയിലേക്ക് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ കൊണ്ടുവരാനല്ലേ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല ഒരു സജീവ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിരിക്കും ആ ഉപ്പാന്റെ മോന് മോഡലിലെ മുടി വെട്ടി അപ്പാച്ചിയാക്കി മുടി വെട്ടി. നമ്മളെ കുട്ടികളോട് ഈ കടപ്പാട് നിർവഹിക്കാറുണ്ട്. നമ്മളെ കുട്ടികളെ തിരുത്താൻ ശ്രമിക്കാറുണ്ടോ? മോനെ ശരിയല്ല, ഇങ്ങനെ മുടി വെട്ടാൻ പാടില്ല, റസൂൽ നിരോധിച്ചതല്ലേ, അള്ളാഹുവിന്റെ റസൂലിന് വെറുപ്പുള്ള കാര്യമല്ലേ, ഇങ്ങനെ മുടി വെട്ടരുത് എന്ന് ബാപ്പ എന്ന നിലക്ക് മക്കൾക്ക് അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാറുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മളെ കുട്ടികളോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കുന്നത്? പിന്നെ ആ കുട്ടി പൊതുവിൽ വേറൊരു സ്വഭാവം കൂടി. അതെന്താ? ആൺകുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഉമ്മാനോട് പറയും. സ്കൂൾക്ക് ഒരു 50 രൂപയോ അല്ലെങ്കിൽ മദ്രസക്ക് ഒരു 50 രൂപയോ. ചിലരെന്ത് ഇപ്പൻ്റെ വൽപ്പ നാളെ ഉസ്താദ് മദ്രസക്ക് 50 രൂപ കൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാ? അപ്പൊ അതിന്റെ കാരണം പറഞ്ഞു. എന്നാ ചിലരുണ്ടല്ലോ പാപ്പന്റെ അടുത്തേക്കേ പോകും. ഓലെവിടെ പോവുക? അടുക്കളയിൽ പോയിട്ട് ഉമ്മാനോട് മാറും. ഇങ്ങനെ അസുഖം നമ്മളെ കുട്ടികൾക്കുണ്ടാവുന്നു. അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും. അതിന്റെ കാരണം എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകലുന്നു ചോദിച്ചാൽ, ചില ബാപ്പമാരെന്ത് ചെയ്യുന്നു? കുട്ടികളോട് എന്തിനും ദേഷ്യം.
ചില ഒറ്റക്കാലാണ് ആളൊരു ഹീറോ ആകാന്ന ചിലർക്ക് തോന്നുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയും ചെയ്യും, എന്റെ മോനൊക്കെ എന്താ എന്നെ പേടി, എന്റെ നേല് കണ്ട പോലെ. ഇയാളെ വിചാരം എന്താന്ന് വെച്ചാല് ഇത് ഒന്നാം തരം പേടിയാണ്. ഈ കുട്ടികളാണ് ലാസ്റ്റ് ബാപ്പക്കെതിരെ മക്കളുമായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി രക്ഷിതാക്കൾക്ക് വേണം, രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. അപ്പോഴേ കുട്ടികളെല്ലാം പങ്കുവെക്കുകയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് അത് പ്രധാനം. കുട്ടികൾ ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല, കുട്ടികൾക്ക് മതപഠനം അതൊന്ന് പറയാതിരിക്കാതിരിക്കുക. മതപഠനം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തുള്ള ഒരു പള്ളിയിൽ ഒത്തുകൂടിയവരാണ്. ഇവിടെ എത്രയോ താലിമീങ്ങൾ പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, കേരളത്തിൽ തന്നെ മാതൃകാപരമായ ഒരു വനിതാ കോളേജും നമ്മുടെ ഈ സ്ഥാപനത്തിൽ. പൊതുവിൽ നമ്മളൊക്കെ ആലോചിച്ചു നോക്കുക, നമ്മളെ കുട്ടികൾ ഇപ്പൊ SSLC കഴിഞ്ഞു. ഈ ഇരിക്കുന്ന പലർക്കും SSLC കഴിഞ്ഞ കുട്ടികളൊക്കെ ആൺകുട്ടികളുണ്ടാവും, പെൺകുട്ടികളും. നമ്മളിപ്പോഴേ ചിന്തിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ് മദ്രസ നിർത്തിയിട്ട് ഓൾക്ക് നമ്മൾ സയൻസ് ട്യൂഷൻ കൊടുത്തു, കണക്കിന് പിന്നെ ട്യൂഷന് പറഞ്ഞു വിട്ടിരുന്നു. ഇപ്പൊ അടുത്ത് സക്കരിയ സലാഹി എന്ന് പറയുന്ന ഒരു മൗലവിന്റെ പ്രസംഗം കേട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മളെ കേരളത്തിലെ ഉലമാക്കൾ പറയുന്ന വയനാ മുപ്പരിപ്പം പറയും. അയാൾ ചോദിക്കുക, എന്തിനാ നമ്മളെ പെൺകുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത്? ആരാത് ചോദിക്കുന്നത്? സക്കരിയ സലാഹി. കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ? അയാൾ ഇത്രത്തോളം ചോദിക്കുന്നുണ്ട്. കബറിലെത്തിയ മുങ്കർ നക്കീറെ ഈ കണക്ക് പഠിച്ചിരുന്നെന്നാ ചോദിക്കാറ്. എങ്ങനെയുണ്ട് ഈ പരിഷ്കാരവും വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞ അച്ചടക്കത്തോടെ കഴിഞ്ഞിരുന്ന പെൺകുട്ടികളെ മുഴുവൻ തെരുവുക്കിറക്കിയ കൗമ് ഈ സമുദായത്തിന് സകലമായ ദുരന്തവും വന്നെത്തിയപ്പോ അവസാനം ബലപിക്കാണ്, അവസാനം ഓടിയിട്ട് നടക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, ഇവിടെ അൽഹംദുലില്ലാഹ് ഒരു വനിതാ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 8ാം ക്ലാസ് മുതൽ തന്നെ ഇവിടെ കുട്ടികൾ ചേർത്ത് തുടങ്ങുന്ന, ഞാൻ പോകുന്ന വേദികളിൽ ഈ ഒരു സംരംഭത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുകയും ഞാൻ ചെയ്യാൻ ഈ പരിസരത്തൊക്കെ. കാരണം അല്പമെങ്കിലും കൽവിൽ ഈമാൻ ഇങ്ങോട്ടോട്ടെ, അല്ലാത്തൊരു പെൺകുട്ടിയൊക്കെ ക്യാമ്പസിൽ പോയാൽ അവസ്ഥ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾ കോളേജിലേക്ക് പോകുമ്പോൾ അവര് ധരിക്കുന്ന ഏത് രൂപത്തിലുള്ളത്? ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു രക്ഷിതാവ് എന്ന നിലക്ക് അല്ലാഹുവിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മളോട് വിചാരണയാണ്. അപ്പോൾ എന്ത് മറുപടി ആയിരിക്കും പടച്ചവനോട് നമ്മൾ? ഇനി വസ്ത്രം മാത്രം. കോളേജിൽ ക്യാമ്പസിൽ ചെന്നാൽ അവരുടെ പെരുമാറ്റം. ഇന്ന് ചില വിഷയങ്ങളൊക്കെ അറിയുമ്പോൾ ആ കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയുമ്പോൾ അവര് പറയുന്നത് കുട്ടികളല്ലേ, കോളേജിലൊക്കെ പോകുമ്പോ കുറച്ചൊക്കെ അങ്ങനെ അവിടേക്ക് എത്തിയപ്പോ നമ്മൾ അതൊരു തെറ്റല്ല, ഒരു കുറ്റമല്ല എന്നിടത്തേക്ക് വരെ കുട്ടികൾക്ക് നമ്മൾ ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു അവസ്ഥയിലുള്ള പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ ന്യായീകരിക്കാൻ? അവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ള വനിതാ പരിപൂർണമായി ഹിജാബ് ധരിച്ച കുട്ടികൾ വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹിജാബ് ധരിച്ച കുട്ടികൾ വരിക. അവരുടെ ജീവിതത്തിൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ പൊതുവിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവര് ഒരു കല്യാണ പ്രായമെത്തി ഒരു പുതിയാപ്പിളയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു മുസ്ലിയാരെ എനിക്ക് മതി, അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകൻ, ഒരു സുന്നി പ്രവർത്തകനെ എനിക്ക് മതി എന്ന് അവരോട് പറയാതെ അവരാവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ സ്ഥാപനത്തിന്റെ കൾച്ചറാണ് ആ കുട്ടികളെ ആ പരിവർത്തനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങി പോകുന്ന സാഹചര്യം, പിന്നെ പെണ്ണൊക്കെ കണ്ടതിന് ശേഷം ആദ്യത്തെ തീരുമാനത്തിൽ എത്തിയ രീതിയിലാണ്, പിന്നെ അത് മുടങ്ങി. ഞാൻ ചോദിച്ചു എന്തേ സംഭവം? അപ്പോ പെൺകുട്ടി പറഞ്ഞു, പർദ്ദ ഇടാൻ എന്നെ കൊണ്ട് പറ്റില്ല.
പർദ്ദ ഇടാൻ അതൊന്നും എനിക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ കാലങ്ങളെ സത്യത്തിൽ ഇസ്ലാം നശിച്ചുകൊണ്ടിരിക്കും. എവിടെയാണ് ഇസ്ലാം ഉള്ളത്? നമ്മുടെ വീട് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ഇസ്ലാം. ഓരോ വീടുകളിലെയും ഇസ്ലാം ഇങ്ങനെ അന്യമായി കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമം പക്ഷേ ഇസ്ലാമിൽ നിന്ന് അകലുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചതും ഇപ്പോൾ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതുമായ കാര്യമാണ് ഇസ്ലാമിക. പണ്ട് ആളുകളെ കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരും. ഇന്നൊരു മുസൽമാനെ കണ്ടിട്ടാണെങ്കിൽ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു സാഹചര്യം. നമ്മുടെ കല്യാണത്തിന്റെ വിവാഹത്തിന്റെ അവസ്ഥകൾ പോലും അറിയിച്ചു. ചില മുതലാളിമാരൊക്കെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പടച്ചോനൊക്കെ സ്വത്ത് കൊടുത്തിട്ട് എന്തു തോന്നിയാസ കല്യാണത്തിനൊക്കെ എല്ലാ മുതലാളിമാരും എല്ലാ തോന്നിയാസം. നാട്ടിലെ വലിയ പ്രമാണി ചിന്തിച്ചു, അവനാന്റെ പറമ്പ് തികയാഞ്ഞിട്ട് ആരാന്റെ പറമ്പിൽ വരെ പന്തലിട്ട് 5-6 തരം ഭക്ഷണം കിരന്ന് തിന്നാനും നടന്നു. ആ മോയനാളിലേക്ക് നാട്ടിലേതെങ്കിലും പാവപ്പെട്ട ഒരു യതീമായ കുട്ടിനെ കല്യാണം കഴിക്കുന്നതിന് ഉറുപ്പ്യ പണ്ട് ചോദിച്ചു നോക്കി ഉള്ള ആപരാധി മുഴുവൻ പറയും. 1 ഉറുപ്പ്യ പിരിവ് കൊടുക്കും. അയാളെ മോളെ കല്യാണത്തിനാണ് ഈ പേരും ആർഭാടം ഉള്ള തോന്നിയാസങ്ങൾ മുഴുവൻ. അല്ല കുട്ടികളെങ്ങനെ നന്നാകുക? ഇതിനൊക്കെ തുടക്കം വെച്ചിന് നിക്കാഹിൽ തന്നെ ഹറാമല്ലേ? കല്യാണ പന്തൽ മൊത്തം ഹറാമാ. തലേന്ന് ഗാനമേള, പിന്നെ ആ കല്യാണത്തിന് പിന്നെ ദമ്പതികളിൽ പറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നു വിചാരിച്ചിട്ട് ഈ തോന്നിയാസം മുഴുവൻ കല്യാണ പന്തലുണ്ട്. വീഡിയോ ക്യാമറ എത്ര പറഞ്ഞാലും ചിലയിടത്ത് പറഞ്ഞ മൂല്യര് ഒറ്റ അതൊന്നും ഇപ്പൊ തുറന്നു പറയാൻ പോലും മഹലിൽ പറ്റാത്ത സാഹചര്യം ഇപ്പൊ വരും. അഥവാ ഒരു പള്ളിക്കത്തെ മൂല്യർക്ക് അതിനെ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് അടിയന്തര മീറ്റിംഗ് അവല് സുബൈക്ക് ആദ്യത്തെ വഴിക്ക് മൂപ്പരെ പറഞ്ഞു. അയാൾ കുറച്ച് തീവ്രവാദിയെ ഞങ്ങളെ മഹലിൽ എന്തിയപ്പോ അയാൾ പ്രശ്നം ഉണ്ടാക്കിയത്? അയാൾ ശരീരത്തിന്റെ വിഷയം ഉള്ളതുപോലെ മുറ്റി തുറന്ന് പറഞ്ഞു. അത് നമുക്ക് അതേ സമയത്ത് നമ്മളൊന്നും പരാമർശിക്കാതെ ഇങ്ങനെ ആദനബിനെ സ്വർഗത്തിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ട അതിങ്ങനെ വെള്ളിയാഴ്ച ജുമയക്കേഷൻ നീട്ടി വലിച്ചു പറഞ്ഞ മൂല്യരാണെങ്കിൽ കോളർ കൂട്ടിയിട്ട് നമ്മൾ പറയും നമ്മളെ കമ്മീബ് ഒരു സംഭവട്ട. കാരണം ആദനബിന്റെ കഥയിലെ പറയുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട വല്ല വിഷയം പറഞ്ഞാല് പിന്നെ മൂപ്പർക്ക് എന്താ കുറ്റം നോക്കിയെടുക്കണം പറയാൻ പറ്റില്ല. മൂപ്പരെ പെങ്ങളെങ്ങനെ മൂപ്പർക്ക് പിന്നെ മൂപ്പരെ മുടിയിലെങ്ങനെ സ്വഭാവം എന്തെങ്കിലും ഒന്ന് മൂപ്പരെ പിരിച്ചുവിടാനുള്ള ഒരു പരിപാടി. ഞാൻ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. ഈ ഒരു ശൈലിയൊക്കെ നമ്മൾ മാറിയില്ല. എവിടെയാ ഇസ്ലാം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ട് കാലത്ത് ഇവിടെ ആളുകൾ ഇസ്ലാമിന്റെ മാതൃകാ വ്യക്തിത്വങ്ങളെ കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. പക്ഷെ ഇന്ന് നമ്മെ കണ്ട് മാപ്പിളാരെ കൾച്ചർ കണ്ടിട്ട് ആരെങ്കിലും ഇസ്ലാം മതം തെരഞ്ഞെടുക്കും. ഒരു കാര്യം കൂടി ഞാൻ വിവാഹ രംഗത്ത് ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിക്കുന്നത് എന്റെ ഉറച്ച വിശ്വാസം ഹിന്ദുക്കൾ പോലും അങ്ങനെ കാണിക്കുന്നില്ല. പുതിയാപ്പള്ള കൊണ്ടാണ് എന്തിനായിരിക്കും കാളവണ്ടി പുതിയ ആ നാട്ടിലൊന്നും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിൽ ഞാൻ എന്റെ സദസ്സിൽ കാരണവന്മാരുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാരണവന്മാര് ഒരു കാലത്ത് ഒരു കാരണം ഒരു കല്യാണ പന്തലുണ്ടെങ്കിൽ ചെറുപ്പക്കാരെ വൈക്കും വേണ്ടാത്ത എങ്ങനെ നമ്മളെ കാരണവന്മാർക്ക് സ്ഥാനമാനില്ലാതെ എന്തു പറ്റി നമ്മുടെ ചെറുപ്പക്കാർക്ക് പുതിയണ്ണിനെ കൊണ്ടുവരികയാണ്? അങ്ങനെ ഇപ്പൊ അടുത്ത് ഞാനൊരു കല്യാണത്തിന്റെ ഒരു പിന്നെ പുതിയാപ്പള വരവ് എനിക്ക് ഒരാള് വാട്സാപ്പിൽ വന്നത് കാണിച്ചു. മലപ്പുറം ജില്ലയിൽ മക്കരപ്പുറം അടുത്ത് നടന്ന സംഭവം. റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പിന്നെ മുന്നിൽ അനൗൺസ് വണ്ടി പോകുന്നു, പെണ്ണ് തുറന്ന ജീപ്പ്. എന്നിട്ട് ഈ പെണ്ണിന്റെ ചുറ്റുഭാഗത്തും ആളുകൾ കൈകൊട്ടിച്ചാടി. നിങ്ങളൊന്ന് ആലോചിച്ചോ, എന്ത് തോന്നിയാ. ഇതിനൊക്കെ നമുക്ക് ഒരൊറ്റ വഴി നമ്മളെ മഹലിൽ ഉണ്ടാവുമ്പോൾ ഞാൻ ആ വിഷയത്തിനൊക്കെ അത്ര തുറന്നടിച്ച് പറയുന്നത്. അത്തരം ആളുകൾ ഒരു മഹലിന് ശക്തമായ ചില നിയമാവലികൾ വെച്ചിട്ട് അത് ലംഘിക്കുന്നവരെ ഒരു മഹലിൽ നിന്നാണ് പുറത്താക്കണം. മഹലിൽ ഒരു കാര്യത്തിൽ അവരോട് സാധിക്കുന്ന സാഹചര്യം അതല്ലെങ്കിൽ ഈ നിയമതകളെ ചെറുക്കാൻ നമുക്ക്. ഈ കോലത്തിൽ വളരുന്ന ഒരു യുവ സമൂഹത്തെ ഇവിടെ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നാട് നശിക്കും. നാട് കൂട്ടിച്ചോറായി. അവര് പറയുന്ന തോന്നിയാസങ്ങൾക്ക് മുഴുവൻ അതിന് ഓരം നിന്ന് കൊടുക്കുന്ന സ്വഭാവം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കല്യാണ വേദികളെ സംബന്ധിച്ച്
അത് ഇന്ന് ഹറാമ് കലരുന്നു, ഉപയോഗം ശീലം. അതിലൂടെയാണ് കുട്ടികൾ നിങ്ങൾ ആലോചിച്ചു. നമ്മളൊക്കെ ഭാര്യമാരെ കല്യാണത്തിന് പോകുമ്പോ തന്നെ ഒരു ആവേശം. അതിന് ഓഡിറ്റോറിയ കല്യാണം പറയുമ്പോ കാരണം അവിടെ തന്നെ കുറച്ചും കൂടി അലാലാണ് കാര്യങ്ങൾക്കൊക്കെ. കാരണം മറന്നില്ലല്ലോ, ഓഡിറ്റോറിയല്ലേ പ്രശ്നമല്ല. ഓഡിറ്റോറിയത്തിൽ അങ്ങനെ പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും അത് വേറെ മസാലത്തിൽ അവിടെ. എന്നിട്ട് ആണും പെണ്ണും ഇടകലർന്ന് ഞാൻ ചാവക്കാട് ഭാഗത്ത് ഒരു കല്യാണത്തിന് അത്യാവശ്യം പോകേണ്ട ഒരു കല്യാണം. ഞാൻ അവിടെ പോയി. ഉസ്താദ് ചോറ് ചോദിച്ചില്ല, കഴിച്ചില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഭക്ഷണം ഞാനവിടെ ഇരിക്കുമ്പോ ഞാനും 2-3 ആൾക്കാരേ ഉള്ളൂ. ആദ്യത്തെ ട്രിപ്പായിരിക്കും. പിന്നെ അതിന്റെ തൊട്ടടുത്ത് അവിടെ പെണ്ണുങ്ങളെ വിളിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചത് ഉസ്താദ് ഇവിടെ അങ്ങനെ എന്തൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് കുഴപ്പമില്ല. അവിടെ നമ്മളെ എണീറ്റ് പോലെങ്കിൽ അവിടെ വലിയ തെറ്റിദ്ധാരണ വരും. നമ്മളതിന്റെ അംഗീകാരം കൊടുക്കാൻ അവിടെ വന്നു. നിങ്ങൾ ആലോചിച്ചു എന്തൊക്കെയാ ഇതൊക്കെ കുറച്ചും കൂടി നമ്മുടെ നാട്ടിലേക്ക് വരിക. പ്രത്യേകിച്ച് കോഴിക്കോടാണ് ഈ കല്യാണത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒരു പ്രത്യേക തോന്നിയാസം. ഇത് ഇല്ല കോഴിക്കോടാണ്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പറയാം. കോഴിക്കോട് കുറച്ചിങ്ങനെ പുതിയാപ്പള്ളപ്പം അങ്ങനെ 4 കാലിൽ വരുന്ന ഒരു കുറച്ച് കൂടുതലേറ്റ് വെടി പൊട്ടിച്ച പടക്കം പൊട്ടിച്ച എന്താ പിന്നെ എന്തിനാ പിന്നെ നമുക്ക് മഹല്ല് സംവിധാനം? എന്താ മഹല്ല് സംവിധാനത്തിന്റെ ആവശ്യകത? പിന്നെ എന്തിനാ ഓൾക്ക് ഇങ്ങനെ നിക്കാഹിന്റെ സമയത്ത് ഇങ്ങനെ കൈ കൊടുത്തിട്ട് ദൗത്യത്തിന്റെ അംഗത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പണിയാ മൂല്യങ്ങള്. ഇവരെന്ത് ചെയ്താലും മുണ്ടണ്ട, പറയണ്ട, അങ്ങനെ പോടേക്ക് പോയിക്കോട്ടെ തീരുമാനിക്കല കമ്മിറ്റികൾ ചെയ്യണം. ഇതിന് കടുത്ത ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തിയെങ്കിൽ ഭാവിയിൽ ഇസ്ലാം ഉണ്ടാവും. ചോദിച്ചു ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ഇത് പൊതുവെ നമ്മുടെ കുട്ടികളല്ല, നമ്മുടെ കുട്ടികളെ പോലെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ നമ്മൾ കണ്ണ് തുറന്ന് പ്രവർത്തിക്കേണ്ട സമയമായ. അപ്പൊ വിവാഹ വേദികളിൽ നിന്ന് വളരെയധികം പിന്നെ മാത്രമല്ല നമ്മളെ പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് പോണ പോക്കണ്ടിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് തന്നെ കല്യാണ പന്തലിക്ക് പോവുക. വല്ല അരിയാലിന്ന് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയപ്പോ എന്നെ പറഞ്ഞ പോക്കുണ്ട്. അവനാനെ പോലത്തെ കോഴിക്കളെ വരെ കോഴി തുറന്നു വിട്ടിട്ടുണ്ടാവും. താക്കാലിയൊക്കെ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടുണ്ട്. അയറ്റളൊക്കെ കൂട്ടിലിട്ട് പോയിക്കിട്ട് രാവിലെ തന്നെ കല്യാണത്തിൽ. കുട്ടികൾ അടക്കി പോണൊരു പരിപാടിക്കോ കല്യാണത്തിന് പൊതുവെ വന്നിട്ട് പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു. കുറച്ചാൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാവരും കൂടി പോയിട്ട് അവിടെ തന്നെ അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഇപ്പൊ ഇതിന് വേണമെന്ന് ഇത് അടക്കിയോട് പോകുക. എന്താ പറയുന്നത്? വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞത് ആരും വരാതിരിക്കരുത്. എങ്ങനെയുണ്ട്? എന്തോ ഒരു ആ വാക്കൊക്കെ പാലിക്കുന്നതിലുള്ള നമ്മളൊരു താല്പര്യം വേറെ നമ്മൾ അതിന് റസൂൽ നമ്മളോട് എന്തൊക്കെ കാര്യം പറഞ്ഞു അവിടെ ഒന്നും നമുക്ക് ഈ വാക്ക് പാലിക്കുന്നതിൽ ഒരു ദൂരം. ഇതിന് എന്തോ ഒരു താല്പര്യം നമുക്ക് എന്തായാലും എല്ലാരോടും വരാൻ പറഞ്ഞു. എന്നിട്ട് രാവിലെ തന്നെ പോയി നമ്മളെ പെണ്ണുങ്ങൾ കല്യാണത്തിന് മുന്നേ ചിന്തിക്കും. രാവിലെ 10 മണിക്ക് പുര വിട്ടിറങ്ങി പോവാം. നമ്മളെ അവരെവിടുന്ന അവരെവിടുന്നത് അവരെ ഇല്ല. ഈ പെണ്ണിനെ തേടി പോക്കും വരവും ഒക്കെപ്പാടെ കഴിഞ്ഞ് പൊരിക്ക് തിരിച്ചു വരികയാണെങ്കിൽ കോഴിക്കോട്ടെ കല്യാണത്തിന്റെ പോക്കാണെങ്കിൽ പറയും വേണം. കാരണം അത് കുറച്ച് വൈകി തിരിച്ചെത്തരുന്ന കേൾവി. ആയിക്കോട്ടെ ഇസാബാബ് കൊടുക്കുമ്പോൾ ളുഹ്റ് പോയി, അസർ പോയി, ളുഹ്റും അസറും മഗ്‌രിബൊക്കെ കളായി. പിന്നെ ഈ പെണ്ണുങ്ങളെ പണിയെന്നറിഞ്ഞാൽ ഇശാക്ക് വന്നിട്ട് ഒന്നായിട്ട് ജാമായിട്ട് ഒരൊറ്റ നിസ്കരിച്ചു. നമ്മളെ ഭാര്യമാരെ ചോദിച്ചു ഈ ജാമാക്കിന്റെ മസാല ജമാക്കലൊക്കെ കിതാബിലുണ്ട്. എന്താ ഈ ജാമാക്കൽ? ഈ ളുഹ്റും അസറും മഗ്‌രിബും ഒന്നിച്ച് ഇശായിന്റെ ഒരൊറ്റ പരിപാടി. എന്നിട്ട് ഇങ്ങനെ ഇശാബാങ്ക് കൊടുക്കുമ്പോഴാവും ചിലപ്പം ബസ് വന്നിങ്ങനെ ഇറങ്ങില്ലാതെ കല്യാണത്തിന്റെ വണ്ടിയിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ പള്ളിയിലൊക്കെ മൂല്യേരി ഇങ്ങനെ വാങ്ങ് കൊടുക്കണ്ടാവും. അപ്പൊ നമ്മളെ താത്താരി ചിലപ്പോ ഇങ്ങനെ പറയും പോയല്ലോ. ഈ അസ്തഗ്ഫിറുല്ലാഹ് പക്ഷെ നീട്ടി വലിച്ചു പറഞ്ഞത് അതൊക്കെ രക്ഷപ്പെടുന്ന പരതി. ഇതൊക്കെ പോകുമ്പോ തിരിയിലായിരുന്നു. അങ്ങനെ ളുഹ്റ് പോകുന്നു, അസർ പോകുന്നുള്ളത്, മഗ്‌രിബ് നഷ്ടപ്പെടുന്നുള്ളത്. അതുകൊണ്ട് നാം ഇസ്ലാമിനെ തിരിച്ചു പിടിക്കും. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറാണ്. ആദ്യം നമ്മുടെ വീട്ടിൽ അത് നടപ്പിലാക്കാൻ തയ്യാറാണ്. നമ്മുടെ പഴയ കാലത്തൊക്കെ അക്കാര്യത്തിലൊക്കെ കാര്യം എന്തായിരുന്നാലും കുറെ ശ്രദ്ധകളുണ്ട്. വീട്ടിൽ ഇസ്ലാമുണ്ട്, അതൊരു സത്യം. വീട്ടിലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കൈറും ബർക്കത്തൊക്കെ പൊരയിലുണ്ടായിരുന്നു. ചെറിയ പൊര ഇന്നത്തെ മാതിരിയുള്ള വലിയ പൊരയാണ്. ചെറിയ വീടാണ്, ചെറിയ സൗകര്യം. എന്നാലും നോക്കി 8-10 മക്കളാ. പക്ഷെ
എന്തോ ഒരു ഹൈറ് ബർക്കത്ത് പോലെ, എന്തൊരു റാഹത്താണ്. അപ്പോൾ കാരണം ഇസ്ലാമിന്റെ ഇടയിൽ ഉമ്മമാരതാ സീറാപ്പാട്ടും മാലപ്പാട്ടും മൗലൂദും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇസ്ലാമിന്റെ ഇടയിലൊന്നും ഒരു സീരിയൽ ഒരു വരിയിൽ ഓടില്ല. ഇന്നിപ്പോ എന്താ പ്രശ്നം? പുരകളിലൊക്കെ ഈ വക വേണ്ടാത്തര മുഴുവൻ. പിന്നെ ഇന്നിപ്പോ ഒരു പുതിയ വിശ്വാസം കൂടിയിരിക്കണം. അതെന്താ? നമ്മളെ പ്രശ്നം തീർക്കാൻ നമ്മൾ വല്ലോടത്തൊക്കെ ഒന്ന് പോയോ? അതിലിപ്പോ നമ്മൾ ഭയങ്കര രാവിലെ മുതൽ ഈ പ്രശ്നം തീർക്കാൻ നടക്കുന്ന പണി നമുക്ക് കാര്യമായിട്ട്. എന്നിട്ട് നമ്മൾ വല്ലോടത്തൊക്കെ പോയോ? അപ്പോ എന്തേ പോകുന്നത്? ഒന്നുമില്ല, പുതിയാപ്പിള കേൾക്കില്ല. മൂപ്പർക്ക് ഇങ്ങോട്ട് പോരാൻ തന്നെ തോന്നുക. ചെക്കന്മാരൊന്നും പഠിച്ചിട്ട് ഒരു മട്ടം കിട്ടുന്നില്ല. എന്തോ ഒരു പ്രശ്നം പരിയിലുള്ള മാറിയാൻ തോന്നുന്നു. നിങ്ങൾ ഇരിക്കും, നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞാന് പറ്റിപ്പറയുന്നു വരിക. നിങ്ങളെ പരന്റെ മുഖം കൊടുക്കാം തെക്കോട്ട് മുഖമായ എന്താ പ്രശ്നം? പരീത്ത പ്രശ്നത്തിന് കാര്യപ്പം തെക്കോട്ട് മുഖം. അല്ലെങ്കിൽ പിന്നെ നമ്മളോട് ചോദിക്കാൻ നിങ്ങളെ പരക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ട്, പൊരക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ട്? അപ്പൊ നിങ്ങൾ കണ്ടോ, ആശാരിമാരാണ് പോരാ കുറ്റിയടിച്ചാൻ പറ്റെങ്കിലും, അല്ലെങ്കിൽ പൊരന്റെ രൂപം പറഞ്ഞെങ്കിലും, അല്ലെങ്കിൽ പിന്നീട് പൊര നോക്കാൻ വേണ്ടി വന്നിട്ട് ഒരാൾ 3 സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ആശാരിനെ വിളിച്ചു. പൊരക്ക് 3 സ്റ്റെപ്പ് ഇടും. എന്നിട്ട് രാസാന്റെ പൈസ പ്രശ്നം നോക്കാൻ വിളിച്ചു. അയാൾ പറയും അപകടട്ടാ, വലിയ അപകടമാണ്, വലിയ മുസീബത്ത് ഉണ്ടാവും, ഒരു ബർക്കത്ത് ഉണ്ടാവില്ല, ജോലിയിൽ അസ്വസ്ഥത ഉണ്ടാവും. ഇതേ കാര്യം ലാഭം നഷ്ടം, ലാഭം നഷ്ടം. സിറ്റൗട്ടിക്ക് കാലെടുത്തും ഏതാണ് നഷ്ടം. ഏതും മല ഈ ലാഭം നഷ്ടം വരുന്നത് സ്റ്റെപ്പുമ്പോ കൂടി. നമ്മൾ ആരാണ്? മുസ്ലിങ്ങൾ, അള്ളാഹ് വിശ്വസിക്കണം, ഖൈറു ശർറു അള്ളാഹിലാണ് വിശ്വസിക്കണം. ഇപ്പൊ നമ്മൾ എവിടെ എത്തിയപ്പോ നമ്മളെ ഈമാനി ആശാരി പറഞ്ഞു. ആശാരി നമുക്ക് പറഞ്ഞു നിൽക്കാം ലാഭം നഷ്ടം, അതുകൊണ്ട് സ്റ്റെപ്പ് 2 മതി. ഞാനൊരു നാട്ടിൽ വയലിൽ പോയിട്ട് ചോറയിക്കാൻ പോയൊരു പോരാ, എല്ലാ പണിയും കഴിഞ്ഞ് ഗ്രാനൈറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു വീട്, അത്യാവശ്യം തിരക്കടില്ലാത്ത നല്ലൊരു വീട്. അയാളുടെ സ്റ്റെപ്പൊക്കെ പാടെ പൊട്ടിപ്പൊളിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ സ്റ്റെപ്പിന്റെ പണി കഴിഞ്ഞിട്ടില്ലേ? അല്ല, അത് സ്റ്റെപ്പിന്റെ പണി നേരത്തെ കഴിഞ്ഞതാണ്. പക്ഷേ പിന്നെ ഒരാൾ വന്നപ്പോ പറഞ്ഞു ഈ പൊലയിൽ പ്രശ്നം തീർക്കാൻ തീരുവില്ല, സ്റ്റെപ്പ് ഇങ്ങനെ അല്ല. എന്നിട്ട് ഇയാൾ ആ ഗ്രാനൈറ്റൊക്കെ പൊട്ടിപ്പൊളിച്ചിട്ട് ഇപ്പടുത്ത് ഞാൻ വേറെ വീടിരുന്നിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. JCB അടക്കം താറടക്കം JCB കൊണ്ടിട്ട് മാന്തി പറഞ്ഞു ആ പൊര മൊത്തം പൊളിച്ചു കളയാതെ ആ പൊരയിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. പൊരയിൽ ബർക്കത്ത് അടുക്കള അവിടെയും കൊല ഇവിടെ ഇതപ്പൊ നമ്മളൊക്കെ പ്രശ്നം. ഞമ്മക്ക് പൈല് വല്ലാത്ത വിശ്വാസം. പണ്ടൊക്കെ PVC പൈപ്പ് കൊണ്ട് ഓട്ടോളിച്ചിരുന്നുള്ളൂ, ഇപ്പൊ JCB കൊണ്ട് ഒന്നാകമാണ്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? സത്യത്തിൽ ഉമ്മമാരുടെ കേൾക്കണം, ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കേണ്ടവരാണ്. നമ്മളെ പോലെ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ, നമ്മളെ പോലെ ഹദ്ദാദ്, നമ്മളെ പോലെ സ്വലാത്ത് ചെല്ലുന്നെങ്കിൽ ഏത് കുറ്റിച്ചാത്തനാ പൊരിയുണ്ടാകുക? ഏത് കുറ്റിപ്പാപ്പിനാ പൊരിയുണ്ടാകുക? അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കാത്ത വിശ്വാസം, അന്ധവിശ്വാസത്തിന്റെ പിന്നിൽ നമ്മൾ പോകേണ്ട കാര്യം എന്താണത്? ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ചെന്ന് ചോദിച്ചു. നമ്മക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ ഓലടിയിൽ വിട്ടുമാറില്ല. നമ്മൾ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ഓലടിയുന്നത് ആ വിശ്വാസം അങ്ങനെ തന്നെ. ഇപ്പൊ ഈ കൂമെന്ന് പറഞ്ഞ സാധനം, മൂന്നാന്ന് പറഞ്ഞ സാധനം മൂടിയിട്ടുണ്ടെങ്കിൽ എന്താ പലരും വിശ്വാസം? നമ്മളെ കുടുംബത്തിൽ ആരോ മരിക്കാനിരിക്കും, നമ്മളെ കുടുംബത്തിൽ ആരോ മരിക്കാനിരിക്കും. അതാണ് ഇപ്പൊ ഈ സാധനം ഇങ്ങനെ മൂടി വരുന്നത്. നമ്മളെങ്ങനെ നമ്മളെ വീടിന്റെ ഇങ്ങനെ അടുത്തുള്ള ഒരു കൊമ്പത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു മൂങ്ങ മൂടിയാല് നമ്മളെന്താ പറയുന്നത്? ആരോ മരിക്കാനിരിക്കും. അപ്പൊ അല്ലാഹു തആല ഇങ്ങനെ ആദ്യം റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീലിനെ പറഞ്ഞു കൊണ്ടിന് മുമ്പ് ഈ മൂങ്ങനെ പറഞ്ഞു പോയിട്ട് മൂളിയിട്ട് വാ, പിന്നെ പോയാൽ മതി. ഇനി അതേപോലെ കാക്കാന്ന് പറഞ്ഞൊരു ജീവിക്കാരൻ ഞാൻ വിരുന്നേര് വരുന്ന നമ്മളെ ചില ആൾക്കാർ വിരുന്നേര് വരാൻ വിചാരിച്ചത് കാക്ക കരയിൽ കാരണം. അഥവാ നമ്മളെങ്ങാനും പൊരന്റെ അടുത്തുള്ള ഒരു കാക്ക കരഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ മോനെ വിളിച്ചിട്ട് പറയുന്നത് ചെറുക്കാജി പോയിട്ട് 2 കിലോ ഉയർച്ച വാങ്ങി വന്ന എന്തിയമ്മ പെട്ടെന്ന് ഉയർത്തി അരയിനെ കണ്ടില്ലേ കാക്ക വിരുന്നേര്. ഈ സകലം നോക്കുന്ന പണിയൊക്കെ നമ്മളടിയിലും നമ്മളെ മുസ്ലിം സമുദായത്തിനിടയിൽ കുറെ നടക്കും. ഒരു മൈനയെ കണ്ടാൽ കുറ്റം, 2 മൈനയെ കണ്ടാൽ സന്തോഷം.
പൂച്ചങ്ങാനും കറുത്ത പൂച്ചങ്ങാനും ബലം കുടിച്ചിട്ടുണ്ടെങ്കിലുണ്ട് എന്തൊക്കെ വിശ്വാസം. ഇതിനൊന്നും നമ്മൾ ഉത്തരവാദികളാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് അതിന് സ്ത്രീകളോട് ചോദിച്ചാലാണ് അവരതിനെ കെട്ടയിക്കുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടത് വീട്ടിൽ ഇസ്ലാം യഥാർത്ഥ രൂപത്തിൽ പഴയ കാലത്ത് കളിച്ച ഇസ്ലാമിക സംസ്കാരം. ആ മാലി മൗലൂദ് അതൊന്നും ഇപ്പൊ നമ്മളെ പോലെയില്ല. മൗലൂദ് പഴയ കാലത്ത് അങ്ങനെയല്ല. ആണ്ട് ഏത് മഹാത്മാക്കൾ ആണ്ടാണെങ്കിൽ പോലെ പേരൊക്കെ മൗലൂദിന്റെ ഒരു വരിയിലും ഒരു ഹദീസെങ്കിലും ഒരു സ്വഭാവം അതായിരുന്നു പഴയ കാലത്ത്. ഇന്ന് അതെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു. മാത്രമല്ല ഇശാഖ് മഗ്‌രിബിന്റെ ഇടയിൽ പോലും സൂര്യയിൽ ഉറങ്ങുന്ന നേരത്തെ മ്യൂസിക്കുള്ള പാട്ടും വെച്ചാൽ കിടന്നുറങ്ങും. എങ്ങനെയാ പോലൊക്കെ പറക്കത്തില്ല. ഇനി പിന്നെ അതിന്റെ സ്റ്റെപ്പ് പിന്നെ 2 അല്ല 20 ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിൽ കൂടെ ഒക്കെ പാടപ്പോ ബർക്കത്തിന്റെ ചൊരിഞ്ഞു വരികയെന്ന് വരിക. അപ്പൊ ഇരിക്കട്ടെ, ഞാനിപ്പോ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കാൻ പോകണേ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൽ ഇസ്ലാമിനെ തിരിച്ചു. പിന്നെ അതേപോലെ പാപ്പ ചിലപ്പോൾ നേരത്തെ പള്ളിക്കൊക്കെ സുബൈക്ക് കൈമായ അങ്ങനൊക്കെ ഉള്ളവരുണ്ടാവും. കൃത്യമായിട്ട് സുബൈ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാണ്. കുറെ ആൾക്കാർ പള്ളിയൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മോനോടെ കിടന്നുറങ്ങുക. കല്യാണം കഴിച്ചിട്ടുണ്ട്, ഓന്റെ കല്യാണം കഴിഞ്ഞതാ, മോനും മരുവനോടെ കിടന്നുറങ്ങുക. നമ്മൾ ആരെങ്കിലും മോനോട് പള്ളിയിൽ പോരാൻ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ അവനെ പള്ളിക്ക് വിളിക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ ഓന്റെ ബാപ്പയെന്ന് പറയുന്നത് അർത്ഥം നമ്മൾ അവനെ പള്ളിയിലേക്ക് വിളിക്കുന്നുണ്ടോ? മോനെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാവില്ലെങ്കിൽ മാത്രമല്ല, ചില വാപ്പാര് പറയാത്തന്നെ കാര്യങ്ങൾ. അഥവാ മോനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോൻ വിളിക്കും, ബാപ്പ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചിലർ മുന്നിലോ എന്തെങ്കിലും ആയിക്കോട്ടെ കുട്ടികളോട് ഒന്ന് പറഞ്ഞാൽ 2 കെട്ട് പറയും. ഈ പറച്ചിൽ ഇതല്ലേ? ബാപ്പല്ലേ റോൾ മോഡൽ ആകേണ്ടത്? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മാതാപിതാക്കൾ മക്കൾക്ക് മോഡലുകളാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇസ്ലാം വേണം. ആണുങ്ങളൊക്കെ പള്ളിയിലേക്ക് പോവുക, പെണ്ണുങ്ങളൊക്കെ സുബഹി നേരത്തെ എണീച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റാം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കുന്ന ഒരു സാഹചര്യം. ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളൊക്കെ പള്ളി വീട്ടിലുണ്ടെങ്കിൽ അവര് ആ വീട്ടിൽ വെച്ചുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ ബർക്കത്തുണ്ടാവും, ഖൈറുണ്ടാവും. ആ പോയിയിൽ അതല്ലാതെ അത് കഞ്ഞിമൂരിയിലാണ് അതുണ്ടായത്, മറ്റോടത്താണ് ഇതുണ്ടായത്. എന്നിട്ട് വല്ലോടത്തും പോയിട്ട് നമ്മളോട് പറയാം കൊലായി അടുക്കളാക്കാൻ. എനിക്ക് ചിലവൊന്നുമില്ല. കൊലായി അടുക്കളാക്കാൻ ചിലവത്ര കൊലായി അടുക്കളാക്കുക, ബാത്റൂം എന്താക്കുക, കാർപ്പോച്ചാക്കുക, കിണർ കക്കൂസും കുയ്യാക്കുക, കക്കൂസും കുയ്യ് കിണറാക്കുക. പറയാൻ അല്പം ഇതൊക്കെ എത്ര എളുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മുടെ യാതൊരു സംശയവും അതേപോലെ കുട്ടികൾക്ക് നല്ലത് വായിക്കാനൊക്കെ സാധിക്കും. ഇപ്പൊ നമ്മളൊരു കാര്യം സുന്നി വോയിസ് വരുന്ന കുറെ ആൾക്കാർ എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ സുന്നി വോയിസ് വായിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ടാവും? അവിടെ സുന്നി വോയിസ് നമ്മൾ വായിക്കാനാവും. കാരണം എല്ലാ കൊല്ലം മുറപ്രകാരം വരുന്ന സാധനമല്ലേ. ആയിക്കോട്ടെ, ഇരിക്കാളാ ഇത് നമ്മളിപ്പോ കഴിഞ്ഞ തവണ നമ്മൾ ലേഖനം ഈ കഴിഞ്ഞ സുന്നി വോയിസ് വായിച്ചില്ല. പിന്നെന്താ എന്തിനാ നമ്മളിത് വരുത്തുന്നത്? അത് പിന്നെ നമ്മളെ യൂണിറ്റിൽ ഇത്ര തേക്കാൻ പറഞ്ഞില്ല. അപ്പൊ തേക്കൽ നമ്മളെ അതേപോലെ നമ്മളെ കുട്ടികളും വായനയുടെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷരാണ്. ഇതിന് മെയിൻ കാരണമാണ് ഈ മൊബൈൽ ഫോൺ. കുട്ടികൾ വായിക്കുന്നുണ്ട്, വാട്സപ്പിൽ വരുന്ന മെസ്സേജൊക്കെ എത്ര കുട്ടികൾ വായിക്കുന്നു, പക്ഷെ പുസ്തക വായന കുട്ടികൾക്ക് പറ്റ കുറഞ്ഞു. അപ്പൊ അതിന് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ കുടുംബിനികൾക്ക് അങ്ങനെ ഒരു മാസിക കൊണ്ടുവന്ന് ആ കുടുംബിനികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് വായിപ്പിച്ച് ശീലിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അധ്വാനം കൂടുതലില്ലാത്ത രീതിയിൽ അറിവുകൾ കുടുംബിനികൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നല്ല മാസികകളും പത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാരെ മക്കളെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന ഈ ചതിക്കുഴികളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ. അപ്പൊ നമ്മളെ പെൺകുട്ടികളൊക്കെ അങ്ങനെയുള്ള ചതിക്കുഴികൾ തിരിച്ചറിയും. ഇന്ന് പല രീതിയിലുള്ള വിവരങ്ങളും കുടുംബിനികൾക്കൊക്കെ കൈമാറേണ്ട ഒരു കാലമാണ്. ഇപ്പൊ ഏപ്രിൽ മെയ് മാസത്തിൽ കുട്ടികൾ വൈദ്യുതി മാത്രമല്ല കള്ളന്മാര് ചൂടുകാലം. ഇപ്പൊ എന്താ മോഡൽ കള്ളന്മാര് എഴുതിയിട്ടിട്ടൊന്നും പിന്നെ വാതിൽ കുത്തി പൊളിച്ചിട്ട് കരിയില ഉള്ളിൽ കയറുന്ന കള്ളന്മാരെ കാലൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ അധ്വാനം എത്ര. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മോഷണം വെള്ളത്തിന്റെ ടാപ്പ് തുറന്നിടും. പുതിയൊരു കള്ളത്തരത്തിന്റെ ലക്ഷണം പലയിടത്തും പിടിക്കപ്പെട്ടു. നമ്മളങ്ങാനിപ്പോ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. എന്തേ റബ്ബേ വെള്ളാണല്ല വെള്ളത്തിലൂടെ ഓലെന്ത് എനിക്ക് സത്യത്തിൽ ഈ ചതിയൊക്കെ ഒന്ന് വയന്നു നോക്കേണ്ട അവസ്ഥയല്ലോ.
അല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് കള്ളന്മാര്. പിന്നെ ഇപ്പൊ പെണ്ണുങ്ങളല്ലേ, അയച്ചൊരു കത്തി കണ്ടാൽ മതി. പിന്നെ അടുത്ത ഒച്ച ഉണ്ടാക്കണമെങ്കിൽ അവൻ വരിയിലെത്തിയിട്ട് ഓന് കിടന്നുറങ്ങിയാലും അപ്പൊ തന്നെ കൊണ്ടോളൊക്കെ അല്ല. അത് ഞാൻ വെറുതെ പറയല്ലോ, നിങ്ങൾക്ക് അല്ലാത്തവർക്കൊക്കെ ഭയങ്കര കല്യാണത്തിന് പോയാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടാവും. പക്ഷെ അതും വിചാരിച്ചൊരു കത്തി വിട്ടിട്ട് ഒരാൾ വന്നു. ഇപ്പൊ അടുത്തൊരു കല്യാണം, ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു കുട്ടീന്റെ മാല മോഷണം നടത്തുന്നത് CCTV ഇങ്ങനെ പകർത്തിയെടുത്തത് ഈ പെൺകുട്ടികളൊക്കെ കുട്ടികളായിട്ട് കല്യാണത്തിന് പോണ താത്താർക്ക് ആ കുന്നിക്കല കാണിച്ചു. ചെറിയൊരു കുട്ടി, ആ കുട്ടീനെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടേതാണ്. ഇവര് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ കുസൂസ് പറയുണ്ടാവും. നേരത്തെ തന്നെ കല്യാണത്തിന് പോകുന്നത് അവനാന്റെ കുട്ടി എവിടെയെന്നുള്ളതോ എവിടുക്കാ പോയിക്കണെന്നുള്ളതോ ഒന്നും അറിയില്ല. ഈ കുട്ടി ഇങ്ങനെ പോണിപ്പടി ഇറങ്ങി വരുമ്പോ ചെറുപ്പക്കാരെ ഓന് തട്ടിപ്പറിച്ചെന്നല്ല പോണ്. കുട്ടിനോട് കമ്പനി കൂടി കുട്ടിന്റെ മാല കുട്ടിക്കരിയപ്പത് കള്ളനാണ്. അത് CCTV ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പകർത്തിയെടുക്കാൻ കഴിഞ്ഞു. അതിനിപ്പോ ആ കള്ളനല്ല കുറ്റം പറയണ്ടത്, കൊണ്ടോയ പറഞ്ഞോളെ കുറ്റം. ഈ കുട്ടീനെ എവിടെ ഇട്ട് പോയി. അപ്പൊ ഈ നിലക്ക് നമ്മുടെ അശ്രദ്ധ നാട്ടിൽ കള്ളന്മാരൊക്കെ വർദ്ധിക്കാൻ കാരണം അതിരിക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ ഇസ്ലാമിക സാഹചര്യം അത് നമ്മൾ മാലകളും മൗലിദുകളും നമ്മളെ പൊരിയിൽ എടുത്ത് മാറ്റപ്പെടാൻ. മാലകളും മൗലിദുകളൊക്കെ വരിയിലും മഹാത്മാക്കളുടെ പേരിലുള്ള മൗലിദൊക്കെ ഇപ്പൊ ഒരു മൂല്യരെ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങണമെന്നില്ല, നമ്മൾ തന്നെ ഒതുങ്ങാൻ പോരെ. ഇപ്പൊ നാളെ അജ്മീർ ഹാജാ തങ്ങളെ ആണ്ടിന്റെ നാളെ റജബാറ് അല്ലേ, അജ്മീർ ഹാജാ തങ്ങളെ. അപ്പൊ അന്ന് ഇങ്ങനെ നമ്മളെ കുട്ടികൾക്ക് എന്താ ഈ ഹാജാ തങ്ങളെ, ഹാജാ തങ്ങൾ ആണ്ടാണ്. ഈ ആണ്ട് കഴിക്കുന്നതിനൊക്കെ താല്പര്യം എന്താ? മഹാത്മാക്കളെ സ്മരിക്കുക, അവരെ മറക്കൂല. ആ സ്മരണ ഇവിടെ നിലനിൽക്കണം. അതിനായിരുന്നു ആണ്ടുകളൊക്കെ അവരെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുടെ വരിക. മഹാനായ ഹാജാ തങ്ങളുടെ പ്രകാശിതമായ പൂമുഖം കണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അവരെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർ, ഒന്നും രണ്ടും ആൾക്കാരും. റസൂലുള്ളാഹിന്റെ പ്രത്യേക നിർദ്ദേശം കിട്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി വന്നവരാ മഹാനരായ ഹാജാ തങ്ങൾ. 40 ആൾക്കാരെ വിവിധങ്ങളാ പറഞ്ഞത്. ഹിന്ദുസ്ഥാനിലേക്ക് പോകണം, അവിടെ അന്ധകാരം വർദ്ധിച്ചിട്ടുണ്ട്, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കണം. ആനാസാഗറിന്റെ അടുത്തുള്ള ഒരു മരത്തിന്റെ ചോട്ടിൽ അങ്ങനെ താവളടിച്ചു. ആ മരത്തിന്റെ ചോട്ടിൽ അവരിങ്ങനെ അതിന്റെ തൊട്ടടുത്ത് ആനാസാഗർ എന്നുള്ള വെള്ളത്തടാകം. കാഫിരികൾ ആ വെള്ളത്തിൽ വലിയ പുണ്യം കൽപ്പിച്ചു. ഇവര് ആ കുളത്തിൽ തന്നെ വെള്ളത്തിൽ. അപ്പോഴാണ് അവർക്ക് അവര് പൃഥ്വിരാജിനോട് സങ്കടം പറഞ്ഞു. ഇയാൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ഇയാൾ നാട്ടിൽ പറഞ്ഞു. നല്ല നിലയ്ക്ക് ഹാജാ തങ്ങളോട് വിവരം ആരായതിനു പകരം രാജാവ്, അഹങ്കാരം മാത്രം ശീലിച്ചു വളർന്ന രാജാവ് ഹാജാ തങ്ങളെ നേരിടാനാ ശ്രമിച്ചു. ഹാജാ തങ്ങൾ എന്ത് ചെയ്തു? എന്റെ അനുയായികൾപ്പെട്ട ഒരാളോട് പറഞ്ഞു, ഒരു പാത്രം വെള്ളം കുടിക്കുക. അങ്ങനെ ചെന്നിട്ട് ഈ ആനാസാഗറിന് ഒരു പാത്രത്തിൽ വെള്ളം, അതോടുകൂടെ വെള്ളം, പാത്രത്തിൽ വെള്ളം, അല്ലാത്ത വെള്ളം മാത്രമല്ല പറ്റില്ല, പശുക്കൾ അതുക്കളുള്ള പാല് പറ്റും, ഗോമാതാക്കളെ പാലൊക്കെ പറ്റും. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കുന്ന ഉമ്മമാരെ മുലപ്പാല് അതൊക്കെ വലിയൊരു പാടയും. ഹാജാ തങ്ങൾ ഒരു വലിയൊരു കറാമത്ത് ആളുകൾ കാണും. പൃഥ്വിരാജിന്റെ അമ്മ പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, ആ പുണ്യപുരുഷനെ വിഷമിപ്പിച്ചതിന്റെ അനന്തര ഫലമാണ്, അത് മാപ്പ് വെക്കണം. രാജാവ് അമ്മന്റെ വാക്കും ചെയ്തു. അയാളെ ഞാൻ പാഠം പഠിച്ചു. അങ്ങനെ അക്കാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. ആര്? പൃഥ്വിരാജ്. അജയ്പാൽ എന്നായിരുന്നു. പുലിത്തോലണിഞ്ഞിട്ട് അയാള് അന്തരീക്ഷത്തിലൂടെ അങ്ങനെ പറന്നു. ഹാജാ തങ്ങളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ആ ഔലിയാക്കളെ മുമ്പിൽ എന്ത് മായാജാലക്കാരാണ്. കൺകെട്ട് വിദ്യയും കറാമത്തും നമ്മൾ ഏറ്റുകൂടിയാൽ എങ്ങനെ ഉണ്ടാവും? മഹാനരായ ഹാജാ തങ്ങൾ തന്റെ ചെരുപ്പ് അതിനോട് പറക്കാൻ ആവശ്യപ്പെട്ടപ്പോ ചെരുപ്പ് പറഞ്ഞു, അടിച്ചു തള്ളിയിട്ട് ഹാജാ തങ്ങളുടെ കാൽക്കൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അയാൾ ഇസ്ലാം മതത്തിലേക്ക്. അജ്മീരിൽ ഹാജ അവരുടെ വഫാത്ത് റജബ് 6-നായിരുന്നു. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സദസ്സ് കബൂലാക്കി തരട്ടെ. അവരൊന്നും ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത് ഒരിക്കലും വാളും ആളും കൊണ്ടായിരുന്നില്ല. അവരുടെ സംശുദ്ധമായ ജീവിതം, അവരുടെ ജീവിതം കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക്.
അതുകൊണ്ടാണ് അജ്മീറിനെയും അവിടുത്തെ ദർഗയെയും ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയായിരുന്നാലും അവർക്ക് പരിഗണിക്കേണ്ടി വരുന്നു, അവഗണിക്കാൻ കഴിയാതിരിക്കുന്നു. നാനാജാതി മതസ്ഥർ ആ ദർഗയെ. ഞാൻ പറഞ്ഞു വന്നത് അവരെ പോലെയുള്ള മഹാത്മാക്കളുടെ സ്മരണകൾ ഇവിടെ നിലവിളക്കണം. അവരുടെ അതൊക്കെ നമ്മളെ പൊരിയിൽ ബർക്കത്ത്, അതിനൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ പൊരിയിൽ ബർക്കത്തും ഖൈറും അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് കുട്ടികൾ ആദർശരഹിതരാണ്. ഞാൻ പിന്നെ അത് കൂടുതൽ പറയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ തീർത്ത് പറയാം, ഈ ഓൺലൈനിലൂടെ മതം പഠിക്കുന്ന സാഹചര്യം കുട്ടികൾ. അതുകൊണ്ടാണ് പല കുട്ടികളും സാക്കിർ നായിക്കിനൊക്കെ പ്രസംഗം കേട്ടിട്ട് സാക്കിർ നായിക്ക് വലിയ മദ്ഹബിന്റെ ഇമാമായിട്ട് കൊണ്ടെടുക്കുന്ന മാതിരിയാണ് സാക്കിർ നായിക്കിനെ. സാക്കിർ നായിക്കിന്റെ അടുത്ത ഒരു വിദ്യാഭ്യാസല്ലേ. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു, ഈ കേരളത്തിൽ നിന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോലും ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. കനകമലിനെ പിടിച്ചതാരെ സുന്നികളല്ല. നമ്മൾ ആലോചിക്കണം, കനകമലിനെ പിടിച്ചൊന്നും ഒറ്റ സുന്നിയില്ല, ഒരു സുന്നിയില്ല, കാണാതായ ഒറ്റ സുന്നിയില്ല, എല്ലാം ബിദ്അത്തുകാർ. ഈ ബിദ്അത്താണ് തീവ്രവാദങ്ങളുടെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കുട്ടികള് എന്ത് പഠിക്കുന്നു, എന്ത് വായിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത്. ഇപ്പോ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരു മുജാഹിദ് മൗലവി, അയാളെ ബാപ്പ മല്ലാക്കില്ല, വെറുതെ ജമാഅത്തേര കോളേജിൽ ഒന്ന് തൽക്കാലം കൊണ്ട് ചേർത്തിയതാണ്. അതിന്റെ മുസീബത്താണ് ഇപ്പൊ അയാൾ അങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ കുട്ടികളെ കൊണ്ട് ചേർക്കുന്ന കോളേജ് അവരെവിടെ ചിലയിടത്തൊക്കെ പൊതു സ്ഥാപനത്തിലാ പോയി കുട്ടികൾ പഠിക്കും. പക്ഷെ ഹോസ്റ്റൽ എവിടെ? ഹോസ്റ്റലിൽ ജമാഅത്തേര ഹോസ്റ്റലിൽ മുജാഹിദിന്റെ ഹോസ്റ്റൽ. കുട്ടി മുജാഹിദിന്റെ ആശയം പഠിക്കും, ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയം പഠിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കുട്ടികളെ ആദർശരംഗത്തും നമ്മൾ ഉറപ്പിച്ചു നിർപ്പിച്ചു. ഇന്നത്തെ വളർന്നു മുജാഹിദ് ആയാലും സുന്നി ആയാലും വിഷയമല്ല. അങ്ങനെ ആരെ കുട്ടികളെ പറയുന്നത്? നമ്മുടെ കുട്ടികളെ, നാട്ടേരെ കുട്ടികളെ കഥല്ല, നാട്ടേരെ കുട്ടികളുടെ കഥല്ല. ബാപ്പ സജീവമായിട്ട് എവിടെയാണ്? നാട്ടിലൊരു വഹാബി വന്ന് പ്രസംഗിച്ചിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടി അതിന്റെ നോട്ടീസ് ഒട്ടിക്കാനും അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാനും അതിന്റെ സ്റ്റേജ് ഒരുക്കാനും ബാപ്പ കടന്നു ഓടുക. ബാപ്പാന്റെ മോനോട് അല്ലോട് ഇതിലൊന്നുമില്ല, ബാപ്പാക്ക് അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മുടെ കുട്ടികൾ ആദർശ രംഗത്ത് എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ നമുക്ക് എത്ര കണ്ട് ശ്രദ്ധിച്ചു വളർത്താൻ കഴിയുന്നുണ്ട് എന്നതുകൂടെ ഒരു കാര്യം സത്യമാണല്ലോ. സുന്നികൾ മാത്രം അതിന് യാതൊരു സംശയം. മുജാഹിദൊക്കെ സ്വർഗത്തിൽ കാണുക, പിന്നെ മുജാഹിദിനെ എതിർക്കാൻ വേണ്ടി ഇവിടെ സമസ്ത ഉണ്ടാക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. സമസ്ത ഉണ്ടാക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ? വിദേഹത്തിനെ പ്രതിരോധിക്കാൻ, പുത്തനാശയത്തെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കുന്നത്. ഈ വിദേഹത്ത് അക്കാലത്ത് വരുമ്പോ ഇത്രയും അപകടം പിടിച്ച വാദം അവർക്ക് അതുപോലും ഇല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും അപകടം പിടിച്ച വാദം അക്കാലത്ത് വിദേഹത്ത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും സമസ്ത ഉലമാക്കൾ അവരെ നേരിട്ടുവെങ്കിൽ ഇന്ന് അവരുടെ വാദം, ഇന്നിപ്പോ സലാം സലാമിനെ പോലുള്ള മൗലവിമാരൊക്കെ തനിച്ച നിരീശ്വരവാദികൾ, തനിച്ച യുക്തിവാദികൾ. അയാളൊക്കെ പറയുന്ന വർത്താനം സംസം വെള്ളം മഴവെള്ളം പോലെ എന്നാണ്. സംസം വെള്ളം മഴവെള്ളം പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം യാതൊരു പുള്ളിയും സംസം വെള്ളത്തിൽ ഇല്ലാന്നല്ലേ. എന്നാ പിന്നെ എന്തിനാ 5 ലിറ്ററിന്റെ കന്നാസും താങ്ങി ആദ്യം ഇങ്ങോട്ട് പോരെ? കേരളത്തിൽ 5 ലിറ്ററിന്റെ കന്നാസും താങ്ങി പോരുന്നുണ്ടല്ലോ. ഒരു പുല്ലും ഈ വെള്ളത്തിൽ ഇല്ലെങ്കിൽ 44 നദികൾ ഒഴുകണ ഈ കേരളത്തിൽ എന്തിനാണ് ഈ വെള്ളം താങ്ങുന്നത്? നമ്മൾ ആലോചിക്കുന്നത് സലാം സുല്ലമി പറഞ്ഞത് സംസം വെള്ളത്തിൽ ഓലിപ്പ നന്നായി എന്നാ പറയുന്നത്. എങ്ങനെ നന്നായി നമുക്ക് നമ്മള് അന്വേഷിക്കേണ്ട കാര്യം. നാടെ ഓലൊക്കെ ഇപ്പൊ നാട്ടിലേക്ക് തിരിഞ്ഞു തുടങ്ങി. ഓല് നന്നായി ഒന്നായി നന്നായി എന്നാ പറയുന്നത്. എന്ത് നന്നായി? 18ഓളം വിഷയത്തിൽ ഓല് തമ്മിൽ അഭിപ്രായ വ്യത്യാസം. പറയുന്നത് 18ഒന്നല്ല, ഓരോരുത്തർക്കും ഓരോന്നായി ഇലക്ക. അത് പോട്ടെ, ഈ 18 ഈ 18 വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നന്നായ സ്ഥിതിക്ക് ഈ വിഷയത്തിലുള്ള തീരുമാനം എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. അതാണല്ലോ പറഞ്ഞു കൊടുക്കണം. അതിൽ വന്ന തീരുമാനം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു നന്നാകലില്ല. പത്രസമ്മേളനം വിളിച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫിനെ പോലുള്ള മുജാഹിദ് മൗലവിമാര് പറഞ്ഞു, ഞങ്ങളെല്ലാം താഴെ തട്ടിൽ അണികളോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളോട് പറയുന്നില്ല, പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടില്ല.
പത്രക്കാർ ഒഴിവാക്കി. സമ്മേളനത്തിൽ വെച്ച് പറയില്ല, സമ്മേളനത്തിൽ വെച്ചപ്പോൾ ഒന്നും പറഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മള് ഒരു രഹസ്യ ക്ലാസിന്റെ ക്ലിപ്പ് പിടിക്കുക. അതെന്താണ്? മുജാഹിദ് പ്രഭാഷകരെ മൊത്തം ഒരുമിച്ച് എന്നിട്ട് അതിൽ ക്ലാസ് കൊടുക്കുന്ന ആളായിരുന്നു അത്രയും മാസം. ഈ അത്രയും മാസത്തിൽ ക്ലാസ് കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം പറയും മുജാഹിദിന്റെ പ്രഭാഷകരോട്, ഇനിയിപ്പോ നമ്മൾ തൽക്കാലം ഇതൊന്നും ബലാപ്പ നന്നായി ഒരു ക്ലാസ് കൊടുക്കുമ്പോ പറയുന്നത് സീറിനെ കുറിച്ചൊന്നും നമ്മൾ ചെയ്യണ്ട, മിണ്ടണ്ട, തൊള്ള പൊള്ളുക നമുക്ക് നല്ലത്. അഥവാ സീറിനെ കുറിച്ച് വല്ല ചോദ്യം വന്നാലോ പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കി, പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കി. അത് നമ്മൾ പറയാൻ ഇനി അഥവാ നമ്മളൊക്കെ നല്ലേ സംഘാടകര് അതിൽ ക്ലാസ് എടുക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾക്ക് കിട്ടിച്ചാൽ നമ്മൾ ആരും അഴിഞ്ഞു കയറിയിട്ട് അത് രഹസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ അരിയിൽ ആളുകൾ ഓലിത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് നന്നാകലേ അങ്ങനെയാണ് ഈ സാധനം നമ്മളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. പിന്നെ പറയണം അഥവാ നമ്മളെ തന്നെ സംഘാടകര് അത് പ്രഭാഷകര് കൊടുക്കരുത്. ഇനി കൊടുത്താൽ തന്നെ പ്രഭാഷകരെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ആളുകൾ അപ്പൊ ചിലപ്പോ നമുക്ക് ഫലിക്കുന്നു പറയാൻ ചിലർ. അപ്പൊ നമ്മളീ തന്നെ പെട്ട ചിലർക്ക് ഫലിക്കൂലെന്നും പറയാൻ തോന്നും. അപ്പൊ ഇനിയും പ്രശ്നം വരുള്ളൂ. ഈ നന്നായെങ്കിൽ ഒന്നുക ഫലിക്കുന്നു പറയാൻ കഴിയുള്ളൂ. ഓലിട്ട് നന്നായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബിദ്അത്ത് അത് അപകടകരമാണ്. സുന്നി മാത്രം. ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാല് മുജാഹിദ് പുതിയ ആൾക്കാർ പുതിയതൊന്നും മുജാഹിദ് പോണില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനി പോകണ്ടവനോ അത്രയും അന്തകമ്യ തീരെ ബുദ്ധിയില്ലാത്ത ഓരൊക്കെ പിന്നെ പോകാൻ നല്ല. എന്താ പിന്നെ ആ വന്ന ബുദ്ധിനെ കൊണ്ട് ഇവിടെ യാതൊരു കാതല്ലാത്തവർ ഇന്ന് പോകും. കാരണം ഇങ്ങനത്തിന്റെ അപ്പുറം മുജാഹിദ് തെറ്റാന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം വരാൻ അപ്പത്തെ ഒരു പ്രശ്നം തരീങ്ങള് ഈ മുജാഹിദ് എന്ന ആൾക്കാർക്ക് അതിപ്പോ വലിയ തെബിലീഗരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ പെട്ടെന്ന് ഞമ്മക്ക് ഓലം കെട്ട് ആൾക്കാർക്കൊന്നും ഒരു കുറ്റം കാണും. മുജാഹിദിന്റെ മാതിരി തെബിലീഗരെ എവിടെയെങ്കിലും തെരുവിൽ നിന്നിട്ട് ഈ മുജാഹിദ് അലർന്ന മാതിരി അലർന്ന കേട്ടില്ല ഓല നമ്മൾ എന്താ പറയുക. അപ്പൊ ഈ തെബിലീഗരെ ഓലാണെങ്കിൽ തല മറക്കുന്നു, നീണ്ട താടി, എരിയാണിക്ക് മേലെ പോലെ പാന്റ്, ഒരു കയ്യിൽ അറാക്കാണ്, മറ്റേ കയ്യിൽ ക്രിസ്തീമാല്, പിന്നെ ചട്ടിയും കാലം ഉണ്ടാവും. കുട്ടികളും ഇല്ല, കെട്ടിയോളും തന്നെ പോലെ പരിപാടി. എവിടെയെങ്കിലൊക്കെ പൊട്ടത് സാധാരണക്കാർ ഓൽക്ക് ചെയ്യുന്നത് ശരിയല്ലേ? തെബിലീഗ് നമ്മളൊക്കെ ബാധ്യതല്ലേ? അതല്ലേ പോലി ചെയ്യുന്നത്? നിസ്കരിച്ചാൻ പറയല്ലേ? കല്ലുടിക്കലോട് കല്ലുടിക്കരുത് എന്ന് പറയാതല്ലേ? അപ്പൊ തെബിലീഗ് ജമാഅത്തിന്റെ ആശയത്തിന് എന്താ കുഴപ്പമെന്നുള്ളത് സാധാരണക്കാരും മനസ്സിലാക്കാതെ അതിൽ ഒന്ന് ഈ കണ്ട കാലം വരെ ഓല പുസ്തകമൊന്നും മലയാളത്തിൽ ഒരു ആധികാരിക പുസ്തകമൊന്നും ഈ ഉറുദുവിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഓല നിഷേധിച്ച് തള്ളി അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാട്ട് കഴിയും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ അവരൊരു പുസ്തകം ഒരു 500 രൂപയ്ക്ക് വില വരുന്ന ഒരു പുസ്തകം നന്നായി ഒരു നല്ല സേവനം ചെയ്താണ്. ദേവബന്ധു പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിൽ ദറഗി പോകുന്നത് ഷിയാക്കൾ ആചാരാണ്. ആ പുസ്തകത്തിൽ കുത്തുബിയ്യത്തിനെ പരിഹസിക്കുന്നു. ആ പുസ്തകത്തിൽ മുജാഹിദിന്റെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബിനെ മഹാനായി ചിത്രീകരിക്കുന്നു. എത്രത്തോളം ചോദിച്ചാൽ ഹറമൈനിയുടെ ആധികാരിക ചരിത്ര പണ്ഡിതനായ സൈനി ദഗിലാൻ ഖുലാസത്തുൽ കലാമിലൂടെയൊക്കെ ഇബ്നു അബ്ദുൽ വഹാബിനെ വിമർശിച്ച് എഴുതാനുള്ള കാരണം ഇബ്നു അബ്ദുൽ വഹാബിനെ കേട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹത്തിന് ഒരിക്കലും വഹാബിനെ മനസ്സിലായിട്ടില്ല എന്നുമാണ് തബ്ലീഗുകാരുടെ ന്യായീകരണം. ഇതിലപ്പുറം എന്താ പറയുക? അല്ലെങ്കിൽ ഈ തെബിലീഗുകാരെ നിങ്ങൾ എവിടെയെങ്കിലും മമ്പർത്തോ പുത്തമ്പള്ളിയിലോ കാണില്ല, ഓലെവിടെയെങ്കിലും പിന്നെ ഓൽക്കൊരു സ്വഭാവം ഉണ്ട്, വ്യക്തമായ ഒരു ആദർശം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഈ പള്ളിയിൽ വന്ന് കയറി വരുന്ന സമയത്ത് അവിടെ അദ്ദാദ് നടക്കുകയാണെങ്കിൽ ചെങ്ങായിമാർ അവിടെ ഓനെ ഈ അദ്ദായി ഈ ജമാഅത്തേരെ മാതിരി ജമാഅത്തേർക്ക് പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില ആദർശം. ജമാഅത്തേര് മയ്യത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ തോൽക്കുമ്പോൾ
നിസ്കരിച്ച ജമാഅത്തെ ഒരു മുഖാമുഖം നടത്തി. അപ്പൊ ഒരാളിങ്ങനെ ജമാഅത്തിന്റെ മൗലവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഈ സുബൈന് ഖുനൂത്ത് ഓതാൻ പറ്റും? അപ്പൊ ഇയാൾ പറയാം, ഓതിയാലും കുഴപ്പമില്ല, ഓതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അയാൾ ഉത്തരം. പിന്നെ അടുത്തൊരു ചോദിച്ചു, പെണ്ണുങ്ങൾ ഈ പള്ളിക്കൊക്കെ പോണെന്നാണോ പോണ്ടെന്നാണോ ഇസ്ലാം പറയുന്നത്? അപ്പൊ ഞാൻ മാറ്റാൻ പെണ്ണുങ്ങൾ വേണമെങ്കിൽ പോകാം, പോയില്ല പരിയിൽ നിസ്കരിച്ചാലും കുഴപ്പമില്ല, പള്ളിയിൽ പോയി നിസ്കരിച്ചാലും കുഴപ്പമില്ല. നിസ്കരിച്ചതിന് ശേഷം കൂട്ടുപ്രാർത്ഥന ഇമാമ് പ്രാർത്ഥിക്കുക, മൗലവികൾ ആമീൻ പറയാം. ഇങ്ങനെയാണോ വേണ്ടത്? സ്വന്തം നിലക്ക് പ്രാർത്ഥിക്കാണോ വേണ്ടത്? കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാട്ട് സ്വന്തമായി പ്രാർത്ഥിക്കാം, രണ്ടും കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്ന് പറയാൻ പിന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യം. ഇതാണ് ഈ ജമാഅത്തേരെ ഓല അങ്ങനെ പറയൂ. ഓലെ സംബന്ധിച്ചിടത്തോളം വലിയ രസമുള്ള കാര്യം ജമാഅത്തേരെ. ശരിക്കും നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന വലിയ രസമുള്ളവരെ പരിപാടി. ഞാൻ അതിന് പോകുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഒരു സ്വന്തമായ ഒരു ആദർശത്തിൽ ഉറച്ചു നിൽക്കാത്തവരാണ് ഈ തബ്ലീഗ്. പിന്നെ പെട്ടെന്നൊന്നും ഓരോ സ്വഭാവം തിരിച്ചറിയും. എത്രയോ അറിയാത്ത സുന്നികൾ, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ, സാമ്പത്തികമായി കഴിവുള്ളവർ, അവരൊക്കെ തബ്ലീഗിന്റെ ആശയങ്ങളിൽ പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒക്കെ ബാധ്യതയാണ് ഈ ഹഖായ ഇസ്ലാമിന്റെ ആദർശം ഉള്ളതുപോലെ ജനങ്ങൾക്ക് എത്തിച്ചു. അതേപോലെ ത്വരീഖത്തുകൾ ധാരാളം നാടായ നാട്ടിൽ മുഴുവൻ ഈ ഭാഗത്തൊക്കെ കുറവായിരിക്കുന്നതാണ്. അമ്മാതിരി ത്വരീഖത്തിന്റെ പേരോട്ടം പല നാട്ടിലും ചെന്ന പല ത്വരീഖത്ത്. പണ്ടൊക്കെ നമ്മൾ പുകയില്ലാത്ത ആലുവ അടുത്തൊക്കെ ഇപ്പൊ നമ്മൾ ആലുവ തരീക്കത്ത്, പാലൂര് തരീക്കത്ത്, പൂനൂര് തരീക്കത്ത്, എല്ലാ മുക്കിലും മൂലയിലും വസ്തുപ്പിനനുസരിച്ചൊക്കെ ത്വരീക്കത്തിൽ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ? ഏറ്റവും കൂടുതൽ പച്ചക്കറി ആരാ പറഞ്ഞത്? ഓനെ വലിയ തെരുവിൽ നിന്നിട്ടുള്ള പൂന്യാസം മുഴുവൻ വിളിച്ചു പറയണോ വലിയ അമീറും വലിയ മുരീദും വലിയ ഖലീഫൊക്കെ. അപ്പൊ എന്താണ് ത്വരീഖത്ത്? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പഠിക്കാതെ ആലിമീനോടൊരു കാര്യം ചോദിക്കാതെ ഇതിലൊക്കെ കടന്നു. പിന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ച ആരെങ്കിലും എവിടെയെങ്കിലും വരുന്നത് വന്നാൽ അവിടെ അവളൊക്കെ പോകുന്നു. എന്താ വലിയ ആരാണ്? അപ്പുറത്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇവിടെ അങ്ങനെ പോയിത്ര പാസ്പോർട്ട് ഇല്ലാതെ പോകുന്നുണ്ട്. ഈ പിന്നാലെ നമ്മളെ നാട്ടിലെ ആലിമീങ്ങളോടോ മുദ്രിസുമാരോടോ ഉസ്താദുമാരോടോ ഒന്നും ചോദിക്കാതെ ഇങ്ങനെ പോകുന്ന രീതി എത്രയോ ആളുകൾ ഈമാൻ നഷ്ടപ്പെട്ടു. സത്യത്തിൽ നടക്കുന്നത് ആത്മീയ ചൂഷണങ്ങളും തട്ടിപ്പുകളുമാണ് ഇന്ന് ഇത്തരം മേഖലകളിൽ വ്യാപകമായി. പെണ്ണുങ്ങൾ സഹോദരിമാരൊക്കെ വളരെ ഈ വ്യാജ സിദ്ധന്മാരുടെ ചികിത്സക്ക് പോയിട്ട് പെണ്ണുങ്ങളുടെ മാനം പോകുന്നു, സമ്പത്ത് നടത്തുന്നു. ഞാൻ ആലോചിക്കുകയാണ്, തിരൂരടുത്ത് തലക്കടത്തൂരിൽ ഒരു പെൺകുട്ടി, 2 കുട്ടികളുള്ള ഒരു ഉമ്മയാണ്. 2 കുട്ടി ഭർത്താവ് ഒരു വീട് സ്വന്തമായിട്ട് വെച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു ദിവസം വെള്ളിയാഴ്ച ഈ കുട്ടിന്റെ ബാപ്പ പള്ളിക്ക് ജുമാക്ക് പോയ സമയം നോക്കി ഈ കുട്ടി റൂമിലുള്ള ഫാനിൽ കയറ് കെട്ടി ആത്മഹത്യ. മാനസിക രോഗമൊന്നും. അങ്ങനെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കുറിപ്പോടെ ആ കുറിപ്പെടുത്ത് നോക്കുമ്പോഴാണ് ഒരു ചികിത്സക്കാരന്റെ കൈവശം ഈ കുട്ടിയുടെ സ്വർണ്ണാഭരണം മുഴുവപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിന്റെ സ്വർണം മാത്രമല്ല, ആ കുട്ടി മുഖാന്തരം കുടുംബത്തിലെ വേറെ 1-2 പെണ്ണുങ്ങളെ സ്വർണവും ഈ ചികിത്സക്കാരൻ സ്വന്തപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഈ പെണ്ണ് ഈ ചികിത്സക്ക് പോയതറിയുന്നത്? ഗൾഫിലുള്ള ഭർത്താവിന്റെ ജോലിയിൽ പുരോഗതിയില്ലാതെ. അപ്പോഴാണ് ഈ ചികിത്സ നടത്തുന്ന ഈ സിദ്ധൻ എന്ത് ചെയ്യുന്നത്? സ്വർണം വെച്ചിട്ടുള്ള ചികിത്സ പറഞ്ഞു. അപ്പം തിരിയേണ്ട പെണ്ണുങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുന്ന അമ്മമാരോട് പറയാം, എന്താ ഈ സ്വർണം വെച്ചിട്ടുള്ള ചികിത്സ? ചിലര് പറയും നിധി ഞങ്ങളെ പുരയില് 4 സ്ഥലത്ത് നിധി മൂപ്പരിങ്ങനെ ഇങ്ങനെ കാണാൻ നിധിണ്ടത്. അവിടെ നിധി ഉണ്ടെങ്കിൽ ഇയാൾ രാത്രി എടുത്തുള്ളൂ, ഇയാൾ നമുക്ക് തരാം. വെറുതെ ഇങ്ങനത്തെ ഓരോ വർത്താനങ്ങളും പറഞ്ഞിട്ട് ഈ വക തട്ടിപ്പ്. ഇപ്പൊ 45-50 പവനോളം സ്വർണം ഈ സിദ്ധൻ കൈവശപ്പെടുത്തി. അപ്പൊ എന്താ നമ്മളൊക്കെ ഈ പറഞ്ഞു വിടുന്ന ആൾക്കാരാണ്? ഇത് നമ്മൾ എത്രയോ വാർത്തയല്ലാതായി തോന്നുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം വാർത്ത കുന്നുകൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മേഖലകളിലെ തട്ടിപ്പുകൾ നമ്മൾ മനസ്സിലാക്കുക. മാത്രവുമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഹഖായ അതിൽ വീഴ്ചയില്ലാതെ അത് നമുക്ക് അൽഹംദുലില്ലാഹ് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള മഹത്തായ
ഈ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അതല്ലാത്ത ആളുകൾ നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ട് പറയും ആദർശ രംഗത്ത് അവർ വളരെ ബഹുദൂരം പുറകോട്ട് തബ്ലീഗിലേക്ക് പള്ളിയുടെ വാതിലുകൾ തുറന്നു. അതൊക്കെ വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു, ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് സുന്നി വേദികളിൽ ഈ മക്കനിട്ട് പ്രസംഗിച്ചാൻ വരുന്ന കുറെ മൂല്യന്മാരില്ല, ഈ തട്ടട്ട് വരുന്ന മൂല്യന്മാർ, 50,000 ഫീസുള്ള മൂല്യന്മാർ. ഈ മൂല്യന്മാര് പലപ്പോഴും അവരുടെ തെക്കൻ ഭാഗങ്ങളിലെ അവരുടെ പിന്നെ ആശയ പെരുമാറ്റം തബ്ലീഗ് ജമാഅത്തുമായിട്ട്. ഞാൻ ആ ഭാഗത്തൊരു പരിപാടിക്ക് പോയപ്പോൾ ഇവിടൊക്കെ പ്രസംഗിക്കാൻ വരുന്ന ഒരു മുസ്ലിയാരി, ആ മുസ്ലിയാരി സുന്നികളുമായിട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കത്തെഴുതി തന്നത് ഞാൻ എന്റെ കണ്ണോട് പ്രവർത്തകരെ കാണിച്ചു. ഇവിടെ അയാൾ സുന്നി വേദിയിലാണ് തട്ടത്ത് വയത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദർശം എന്ന് പറയുന്നത് അത് സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇവിടെ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് മനുഷ്യരൊക്കെ പരാജയം സംഭവിക്കാം, നഷ്ടം സംഭവിക്കാം, പരലോകത്ത് മോക്ഷത്തിന്റെ ഭവനം ലഭിക്കുന്നത് ആർക്കാണ്? അവിടെ ഖുർആൻ പരിചയപ്പെടുത്തി പറയുന്നത് ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ എന്നാണ്. അപ്പൊ ഈമാനിനാണ് മുൻതൂക്കം, പിന്നെയാണ് അമൽ സ്വാലിഹാത്ത്, പിന്നെയാണ് സൽക്കർമ്മം പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നതിനേക്കാളും പ്രധാനം ഏത് വിശ്വാസത്തോടെ എന്ത് ചെയ്യുന്നു എന്നതാണ്. ഏത് വിശ്വാസത്തോടെ എന്ത് ചെയ്യുന്നു. വിശ്വാസം ക്ലിയർ അല്ലെങ്കിൽ എല്ലാം തകരാം. അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മൾ പറയും പോലല്ല. പുത്തൻവാദികളുടെ വിശ്വാസം ഉറപ്പാണല്ലോ. നമ്മൾ അള്ളാഹ് എവിടെയാണ്? ആകാശത്തിലാണ് നമ്മൾ പറയുന്നത്. അതൊരു പുത്തൻവാദിന്റെ അള്ളാഹിന്റെ അവസ്ഥ അന്ധവിശ്വാസമാണ് അള്ളാഹിനെ കുറിച്ച് ഓല് വെച്ച് പുലർത്തുന്നത്. ഈ അള്ളാഹു 1952 അവർ എഴുതി വെച്ചത് അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ച കാഫറാണ്, അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ച കാഫറാണ്, അള്ളാഹ്ക്ക് അവയവുണ്ടെന്ന് വിശ്വസിച്ച കാഫറാണ്. ആ വാദം പിന്നെ തിരുത്തിയില്ലേ? ആ വാദം തിരുത്തിയിട്ട് പറഞ്ഞു അള്ളാഹ്ക്ക് 2 ഭാഗമുണ്ട്, വലതു ഭാഗമുണ്ട്, ഇടതു ഭാഗമുണ്ട്, അള്ളാഹ്ക്ക് വലത്തെ ഭാഗത്തുണ്ട്, ഇടത്തെ ഭാഗത്തുണ്ട്. സക്കരിയ സ്വലാഹി എന്ന് പറഞ്ഞ മൗലവി പറഞ്ഞു അള്ളാഹ്ക്ക് 2 കൈയും വലത്തെ ഭാഗത്തുള്ളത്, 2 കൈയും വലത്തെ ഭാഗത്ത്. ഇനി മാത്രമല്ല, ഈ അള്ളാഹ് എവിടെ ഇരിക്കുന്നത്? അള്ളാഹ് അർശിലാണ്, ആകാശത്തിലാണ് പടച്ചോനിരിക്കുന്നത്. ഈ ആകാശാണെങ്കിൽ അള്ളാഹിന്റെ വലത്തെ കയ്യിലാണ്. അപ്പൊ എന്തായി? അള്ളാഹിന്റെ വലത്തെ കയ്യിലാണ്. അള്ളാഹിന്റെ വലത്തെ കയ്യിലാണ്. എങ്ങനെ രണ്ടുപേരൊക്കെ പടച്ചോനെ പഠിപ്പിച്ചാൽ വന്നപ്പോ പടച്ചോനെ കുറിച്ച് നാട്ടുകാർക്ക് പഠിപ്പിക്കാൻ വന്നു. ഇതൊക്കെ ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ എടുത്തിട്ട് ഇസ്ലാമിനെതിരെ കുറിച്ച്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദർശം എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല, ഇത് അടിസ്ഥാനപരമായ വിഷയം. അവരുടെ അള്ളയല്ല നമ്മുടെ ആ 2 അള്ളിന്റെ അള്ളിന്റെ. ഇനി റസൂലിലേക്ക് വന്നാൽ അവരുടെ റസൂലാണോ നമ്മുടെ റസൂൽ? അല്ലല്ലോ, അല്ല. നമ്മുടെ റസൂൽ സാധാരണ മനുഷ്യരല്ല. നമ്മുടെ റസൂൽ മുന്നിൽ നോക്കുമ്പോ പുറകിലുള്ളത് കാണും. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും അസാധാരണ കാഴ്ചയും അസാധാരണ കേൾവിയും അസാധാരണ വ്യക്തിത്വത്തിന്റെയും ഉടമയാണ്. അതേ സമയത്ത് അവർ പറയുന്നതോ സാധാരണ കേവലം ഒരു മുഹമ്മദ് ആമിനക്കും അബ്ദുള്ളക്കും ജനിച്ച. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ അപകടകരമാണ് അവരുടെ വിഷയം, അപകടകരമാണ് അവരുടെ ആശയം. അതുകൊണ്ട് തന്നെ സുന്നിയായി തന്നെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. മറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി അടിയുറച്ച് ആ വഴിയിലായി തന്നെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം നമ്മളൊക്കെ ആദർശം പഠിക്കുന്ന കാര്യത്തിൽ അതീവ താല്പര്യം കാണിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പൊ കുത്തുബിയത്ത് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടുന്ന വരുന്നത്? കുത്തുബിയത്ത് അല്ല, നബിന്റെ കാലത്തെ കുത്തുബിയത്ത് നമ്മൾ കുടുങ്ങി. അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു മറുപടി പറയാം. ആവശ്യമായ ആദർശ ജ്ഞാനം നമ്മൾ നേടിയെടുക്കുക. അത് പറ്റുന്ന എത്രയോ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്കുണ്ട്. അതിന് പറ്റുന്ന എത്രയോ പ്രഭാഷണങ്ങൾ, പുസ്തകങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെയും നമ്മൾ
ജമാഅത്തിന്റെ ആദർശം, അഖീദ, അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ രൂപവും രീതിയും പഠിച്ച് സ്വന്തപ്പെടുത്തുക. അർഹമുർ റഹീമീനായ റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി അല്ലാഹു തആല നമ്മളെയൊക്കെ ജീവിപ്പിച്ച് ആ വഴിയിലായി തന്നെ നമ്മളെയൊക്കെ മരിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്. നമ്മൾ മരിച്ചാലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങളാണ്, മക്കളാണ്. നമ്മുടെ മക്കളെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മദ്യത്തിൽ നിന്ന് അതുപോലെയുള്ള വൃത്തികേടുകളിൽ നിന്ന് അകന്നു നിന്ന് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവരായി അവരെയും നമ്മളെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.